സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം വരണ്ട ഒരു വിഷയമാണ് ഷിയായിസം എന്നുള്ളത്. പക്ഷേ നമ്മളൊക്കെയും ഒരല്പം ജാഗ്രതയോടുകൂടി ഇരുന്നില്ലെങ്കിൽ വരും തലമുറയിൽ ഈ അപകടം വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ലോകത്ത് മുസ്ലിങ്ങളെ പൊതുവെ രണ്ട് വിഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഷിയ മുസ്ലിമും മറ്റൊന്ന് സുന്നി മുസ്ലിമും എന്നാണ്. സുന്നി മുസ്ലിം എന്ന് പറയുമ്പോൾ ഷിയ വിഭാഗത്തിൻ്റെ എതിർചേരിയിലുള്ള എല്ലാവരും അതിൽ ഉൾപ്പെടും എന്നതാണ് അതിൻ്റെ വിവക്ഷ. അങ്ങനെയാണ് ലോകത്ത് അറിയപ്പെടുന്നത്. സുന്നികൾ എന്ന് പറയുമ്പോൾ ശരിക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഷിയായിസം എന്ന് പറഞ്ഞാൽ? ഷിയായിസത്തിൻ്റെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഒന്ന്, ഷിയായിസത്തിൻ്റെ അടിസ്ഥാനപരമായ ആദർശം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയാണ്. അത് വളരെ വേഗത്തിൽ നമ്മിലേക്ക് സ്വാധീനിക്കില്ല. കാരണം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സംഗതി ആയതുകൊണ്ട് ഷിയായിസത്തിൻ്റെ ആദർശം നമ്മെ സ്വാധീനിക്കാൻ കാലതാമസമെടുക്കും എന്നതാണ്. പക്ഷെ വേഗത്തിൽ നമ്മെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതും നമ്മളൊക്കെ അറിയാതെ ഷിയായിസത്തിൻ്റെ ആളുകളായി മാറിപ്പോകുന്നതുമായ ഷിയായിസം എന്ന് പറഞ്ഞാൽ ഒന്ന് രാഷ്ട്രീയ ഷിയായിസമാണ്, രണ്ട് സാംസ്കാരിക ഷിയായിസം, മൂന്ന് സാഹിത്യ ഷിയായിസം. എന്ന് പറഞ്ഞാൽ ഷിയായിസത്തിനൊരു രാഷ്ട്രീയമുണ്ട്, ഷിയായിസത്തിന് ഒരു സാംസ്കാരികതയുണ്ട്, അതിനൊരു സാഹിത്യമുണ്ട്. അതിലാണ് മഹാഭൂരിഭാഗം മുസ്ലിം സമൂഹത്തിലെ അഹ്ലുസുന്നയിലെ ആളുകൾ അറിയാതെ പെട്ടുപോകും. അതിൻ്റെ സ്വാധീനം നമ്മിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഷിയായിസം പ്രചരിപ്പിക്കാൻ നമ്മിലൂടെ അവർ മണ്ണ് പാകപ്പെടുത്തുമെന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞപ്പോൾ സാഹിത്യ ഷിയായിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുക എന്നതാണ്. ഇതിപ്പോൾ വിഷയം പറയണോ? ഇവിടെ ആരാ ഷിയാക്കളുള്ളത്? ഇതൊക്കെ പറയണോ? അങ്ങനെയൊന്നും ഷിയാക്കളില്ലല്ലോ എന്ന് നമ്മൾ ഒരു 10 പേര് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമായി. രണ്ടാമത് രാഷ്ട്രീയ ഷിയായിസമാണ്. ഷിയായിസത്തിന് വളരെ തന്ത്രപരമായ ഗൂഢമായ രാഷ്ട്രീയ ഉണ്ട്. ആ രാഷ്ട്രീയം ഏറെക്കുറെയൊക്കെ മുസ്ലിം സമൂഹത്തിലെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. മുജാഹിദുകളായ നമ്മളും അറിയാതെ രാഷ്ട്രീയ ഷിയായിസത്തിൻ്റെ ആളുകളായി മാറിപ്പോകുകയാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പം അതുകൊണ്ട് ഞാൻ ഷിയായിസത്തിൻ്റെ ആദർശവും വിശ്വാസവും ആചാരങ്ങളും ഒന്നും കാര്യമായി പറയാതെ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ ഒരു ആമുഖം മാത്രമേ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ. ഈ ആമുഖം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ധാരണ ഉണ്ടായിരിക്കുകയും ഈ വലിയ അപകടം, വിഷം നമ്മെയും അടുത്ത തലമുറയെ സ്വാധീനിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത പുലർത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ ലോകാടിസ്ഥാനത്തെ വലിയ ചർച്ചയാണ്. നമ്മൾ പലതും അറിയുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമ്മിലേക്ക് എത്തിക്കുന്ന മീഡിയകൾ, മാധ്യമങ്ങൾ അത് നമ്മിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ അത് നമ്മൾ അറിയുന്നില്ല എന്നതിൻ്റെ ഒരു അടയാളം ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഇറാൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവിൻ്റെ പേരറിയോ? അത് തന്നെ, അലി ഖംനായി. മറ്റൊന്ന്, ഇപ്പോഴത്തെ സിറിയയുടെ പ്രസിഡന്റിൻ്റെ പേരറിയോ നിങ്ങൾക്ക്? സിറിയൻ പ്രസിഡന്റ് മനസ്സിലായ? ഇപ്പം എവിടെ എത്തിയെന്ന് മനസ്സിലായ?
എങ്ങനെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖാംനായിയെ നിങ്ങൾക്ക് പരിചയപ്പെട്ടത്? അയാൾ കേരളത്തിൽ വന്ന് നിങ്ങളുമായി സംവദിച്ചിരുന്നോ? പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞത്? യെസ്, വാർത്താ മീഡിയകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അയാൾ ഒരു വീരപുരുഷനായി അവതരിപ്പിക്കപ്പെട്ടു. നമ്മളത് അംഗീകരിച്ചു കൊടുത്തു. ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഹമ്മദ് ഷറ എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ ആളാണ്. എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിലേക്ക് ഇവിടെയുള്ള കേരളത്തിലെ അറിയപ്പെട്ട ചില മാധ്യമങ്ങൾ, മീഡിയകൾ 1 ആയാലും 2 ആയാലും നമ്മിലേക്ക് ആ വിവരത്തെ എത്തിച്ചില്ല എന്നതാണ്. അപ്പം ഞാനത് പറയാൻ കാരണം, സിറിയയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? ബഷാർ അസദ് എന്ന ക്രൂരനായ തനിച്ച നുസൈരി വിഭാഗത്തിലെ ഷിയയായ ബഷാർ അസദായിരുന്നു. അയാളെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് അഹ്ലുസുന്നയുടെ ആളായ അഹമ്മദ് ഷറ വന്ന്. കഴിഞ്ഞ നിങ്ങൾ ഹജ്ജിനൊക്കെ മുമ്പ് ട്രംപ് സൗദിയിൽ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് പൊക്കിയിട്ട് സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ ഒരു വാർത്ത ചാനലിൽ പറഞ്ഞിരുന്നു. അത് ഇദ്ദേഹമാണ്, ഈ അഹമ്മദ് ഷറ എന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. നമ്മെ ഇപ്പോൾ രാഷ്ട്രീയ ഷിയായിസം സ്വാധീനിക്കേണ്ടത് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, നമ്മിലേക്ക് എത്തിക്കേണ്ട പല വിവരങ്ങളും ആളുകൾ നമുക്കറിയാനുള്ള മാർഗങ്ങളില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ഇതിൻ്റെയൊക്കെയും നമ്മുടെ നോർമലൈസ് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ സ്വാഭാവികമായി നമ്മളിലേക്ക് സ്വാധീനിക്കാൻ സാധിക്കും എന്നർത്ഥം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഷിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കക്ഷി എന്നാണ്. അത് ഇന്നറിയപ്പെടുന്നത് ഷിഅത്തു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കക്ഷി എന്നാണ്. അപ്പോൾ ഇത് എന്നാണ് തുടക്കം എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഈ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത തുടക്കത്തിൽ കേവലം അലി ഫാൻസ് മാത്രമായിരുന്നു കേട്ടോ, അലി ഫാൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അലി റളിയല്ലാഹു ഒരു ഫാൻസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, അലി റളിയല്ലാഹു അൻഹു എല്ലാ നിലക്കും ഒരു വീര പരിവേഷമുണ്ടായിരുന്നു. അതിന് ചില ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്, നബിയുടെ മരുമകനാണ്. പിന്നെ പല യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു വീരപരിവേഷമുണ്ട്. ഖൈബറൊക്കെ യുദ്ധമൊക്കെ ജയിച്ചടക്കിയതിൽ മുന്നിൽ അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ഫാൻസ് ഉണ്ടാവുമല്ലോ. ആ ഫാൻസ് ഉണ്ടായതാണ്. തുടക്കത്തിൽ അപകടം ഉണ്ടായില്ല. അവരാരും അലി റളിയല്ലാഹുവിന് വീരപരിവേഷം കൊടുത്തില്ല. ഒരു അലി ഫാൻസ് മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടമാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിലും ഇവർ വല്ലാതെ വളർന്നില്ല. കാരണം എന്താണ്? അതിനുള്ള സാഹചര്യം ഇവർക്കുണ്ടായില്ല. അപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അലി ഫാൻസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒട്ടും വളർന്നില്ല. എന്താ കാരണം? ഉമറാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരുവിധ പണിയൊന്നും ഇവിടെ പോവില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോകുകയില്ല. മുളയിലെ ആര് നുള്ളും? ഉമർ റളിയല്ലാഹു അൻഹു നുള്ളും. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇവർക്ക് ഒരു ചാൻസ് കിട്ടി. അലി റളിയല്ലാഹു അൻഹുവിന് എൻ്റെ ഫാൻസ് എന്നതിൽ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇവർ മനസ്സിൽ ആരെ കണ്ടു? അലി റളിയല്ലാഹുവിനെ കണ്ടു. നമുക്ക് വിഷയം മനസ്സിലാക്കണ്ടോ? ഞാൻ സ്റ്റെപ്പായിട്ടാണ് പറയാം. കാരണം അവസാനം എത്തുമ്പോൾ ആദ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തല തിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സാവകാശം പറയുന്നത്. അപ്പം നബിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇവർ മനസ്സിൽ ആരെ കണ്ടു? അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. പക്ഷെ അത് പുറത്തു വന്നില്ല. അപ്പോഴും ഒരു അലി റളിയല്ലാഹുവിൻ്റെ ഫാൻസ് നിലനിന്നു. പിന്നീട് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു സാത്വികനായ എന്ന് പറഞ്ഞാൽ വളരെ തഖ്വയെ സൂക്ഷിക്കുന്ന ഒരു ആബിദായിട്ടുള്ള ഒരു സഹാബിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മളൊക്കെ അറിയാതെ പെട്ടുപോയൊരു സംഗതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകളെയാണ് ആര് വിവാഹം കഴിച്ചിട്ടുള്ളൂ? അലി റളിയല്ലാഹു അൻഹു. നബിയുടെ 2 മകളെ വിവാഹം കഴിച്ചത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നോക്കിയേ,
പക്ഷെ ഇപ്പോഴും ആരെയാണ് നമുക്കറിയാവുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെ. പക്ഷെ ഇത് പറയുമ്പോഴും അലി റളിയല്ലാഹു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്, മുൻഗണന അലി റളിയല്ലാഹുവിനാണ്. ആ വിഷയത്തിലൊക്കെയും ശരിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹുവിനെ ആദ്യ വിവാഹം കഴിച്ചു. അവർ മരണപ്പെട്ടപ്പോൾ ഉമ്മുൽ കുൽസൂം റളിയല്ലാഹു അൻഹയെ നബി വിവാഹം ചെയ്ത് കൊടുത്തു. എന്നിട്ട് നബി പറഞ്ഞു, എനിക്ക് മൂന്നാമത്തൊരു മകളും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കും? ഉസ്മാൻ റളിയല്ലാഹുവിന് വിവാഹം ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ശ്രേഷ്ഠം, മലക്കുകൾ പോലും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ലജ്ജയിൽ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു നിർണായകമായ പല ഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഉസ്മാൻ. ബൈഅത്തു റിദ്വാനിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിനിധിയായി പോയത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. മദീനയിലെ ഏറ്റവും കൂടുതൽ സുലഭമായി വെള്ളം കിട്ടുന്ന റുമാ കിണർ ഒരു ജൂതൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്ത വ്യക്തിത്വമാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മൾ ഭാഷ പറഞ്ഞാൽ ഒരു സാധുവായ ഒരു വ്യക്തിത്വമായിരുന്നു. എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഉമർ റളിയല്ലാഹുവിന് അത്ര കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ചിന്താഗതിക്ക് ഒരു അല്പം വളർച്ച കിട്ടി. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉമയ്യ കുടുംബത്തിലാണ്, ബനു ഉമയ്യ കുടുംബത്തിലാണ് ആരുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്. അപ്പോൾ അലി റളിയല്ലാഹു ഉള്ളത് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള അബു താലിബിൻ്റെ ആ പരമ്പരയിലാണ് ഉള്ളത്. ഇവർ രണ്ടും ചെന്ന് ചേരുന്നത് ഒരു വംശപരമ്പരയിലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ജൂതന്മാരായ ആളുകൾക്ക് വലിയ വിരോധം ഇസ്ലാമിനോടുണ്ടായി. അതിനൊരു കാരണം എന്താണെന്നറിയാമോ? നബിയുടെ അവസാന കാലഘട്ടത്തിൽ മദീനത്ത് നിന്ന് എല്ലാ ജൂതന്മാരെയും പുറത്താക്കി. അവരുടെ ചതി വർദ്ധിച്ചപ്പോൾ നബി ജൂതന്മാരെല്ലാം മദീനത്തു നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കിയ വൈരാഗ്യം ഈ ജൂതന്മാർ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇസ്ലാമിനെ പുറത്ത് നിന്ന് തകർക്കാൻ കഴിയുകയില്ലെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ട് ഇവരെന്ത് ചെയ്തു? ഇനി അടുത്ത സ്റ്റെപ്പ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ കയറിക്കൂടണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം നടന്നില്ല. കാരണം അത് നടക്കൂല എന്ന് ഇവർക്കറിയാം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സബ് എന്ന് പറയുന്ന ഒരു ജൂതൻ, അയാളുടെ ഉമ്മ ജൂത സ്ത്രീയാണ്, വാപ്പ മുസ്ലിമായ യമനിയായ ഒരു മുസ്ലിമാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു സബ് മുസ്ലിം എന്ന രൂപത്തിലാണ് അവരുടെ കൂട്ടത്തിൽ നടന്നത്. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഷിയായിസത്തിൻ്റെ തുടക്കക്കാരൻ. അദ്ദേഹമാണ് ഒരു ആശയം ആദ്യമേ പറഞ്ഞത്. അലി ഫാൻസ് എന്ന ചിന്ത അവിടെ അവസാനിച്ചു. പിന്നെ ഇദ്ദേഹം ഈ ചാൻസ് മുതലാക്കിയിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് തിരിച്ചു വരും, മരണപ്പെട്ടു പോയെന്ന് പറയണ്ട, തിരിച്ചു വരും എന്ന് പറഞ്ഞു. പക്ഷെ ആ ചിന്താഗതി പെട്ടെന്ന് ആരടുത്ത് ഓടിയില്ല. രണ്ടാമത് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു നബിയുടെ വസീയാണ്. വസീ എന്ന് പറഞ്ഞാൽ നബിക്ക് ശേഷം ഖലീഫയാകേണ്ട വസിയത്ത് കൊടുത്ത വ്യക്തി ആരാണ്? അലിയാണ്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തതൊന്നും ശരിയായില്ല എന്ന് ഇദ്ദേഹം പറയാൻ തുടങ്ങിയപ്പോൾ ആ ശബ്ദം കേട്ട ആളുകൾ, മുതിർന്ന സഹാബത്തൊക്കെ അതിന് ശക്തമായി നേരിട്ടു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവും തന്നെ നേരിട്ടു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ കാണുന്ന ഒരു പോരായ്മ പറ്റിയെന്ന് ഇവർ പറയണത് എന്താണെന്നറിയോ? നബിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായി. ആ മോതിരമാണ് നബിയുടെ സീല്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയ സീലുണ്ടായി. അപ്പോൾ നബിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് അത് കൈകാര്യം ചെയ്തു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്ത് ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഒരു കിണറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കടലാസിൽ ഒപ്പിടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ കൊണ്ടുവന്നു. സീല് വയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൈമാറിയപ്പോൾ ആ മോതിരം എങ്ങോട്ട് പോയി? ഈ കിണറ്റിലേക്ക് ചാടിപ്പോയി. ആണ് ബിഅ്റു അരീസ് എന്ന് പറഞ്ഞ കിണറ്റിലേക്ക്, ഇന്ന് ആ കിണർ മദീനത്തുണ്ട്, ചാടിപ്പോയി. അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു അതൊരു ദുശകുനമാണ്. കാരണം എന്താണ്? ഇത്രയും കൈമാറി കിട്ടിയ സാധനം ആര് നശിപ്പിച്ചു?
ഉസ്മാൻ റളിയല്ലാഹു അൻഹു നശിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ചരിത്രത്തിൽ അങ്ങനെ കാണാം. നമ്മൾ 100% ശരിയാണെന്നൊന്നും തൽക്കാലം ഇപ്പോൾ വിശ്വസിക്കേണ്ട. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ നടന്നു എന്ന് കാണാം. അപ്പോൾ ഉസ്മാൻ ഒരു ദുശ്ശകുനമാണെന്ന് ഇവർ കണ്ടെത്തി. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഇയാൾക്ക് ചാൻസ് കിട്ടി. ഇദ്ദേഹം മദീനത്ത് ഇതൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം പതുക്കെ കൂഫയിലേക്കും ബസ്രയിലേക്കൊക്കെ പോയി അവിടെ പോയി ഈ ചിന്താഗതി ഉണ്ടാക്കിയെടുത്തു. ഏതാണ്? നബിക്ക് ശേഷം ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വാദം എപ്പോൾ കേൾക്കുമ്പോഴും അലി റളിയല്ലാഹു അൻഹു നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഇതിലൊന്നും ആർക്ക് പങ്കില്ല? അലി റളിയല്ലാഹുവിന് പങ്കില്ല. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന അവസാന നിമിഷത്തിൽ അടുത്ത ഖലീഫയായി സൂചിപ്പിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിരുന്നു. എന്നിട്ട് കുറേ നിർദ്ദേശം കൊടുത്തതിൽ ഒരു നിർദ്ദേശം എന്താണെന്നറിയാം? ഉസ്മാൻ, ഞാൻ ഇപ്പോൾ ഗവർണറായി നിശ്ചയിച്ച ആളുകളെ 1 വർഷം കഴിയാതെ മാറ്റരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു. 1 വർഷം കഴിയാതെ മാറ്റരുത്. കാരണം സാഹചര്യങ്ങൾ അപ്പോഴത്തേക്കും മുസ്ലിം ലോകം വ്യാപിച്ചു. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം പേർഷ്യ, റോമൊക്കെ ഇസ്ലാമിൻ്റെ കീഴിലായി. പക്ഷേ ഇദ്ദേഹം 1 കൊല്ലം അത് ശ്രദ്ധിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും സിറിയയിലൊക്കെ കുറേ ശക്തനായ ഗവർണർ വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മുആവിയത്ത് ബിൻ അബി സുഫിയാനെ സിറിയയിലെ ഗവർണറായി ഡമസ്കസിലേക്ക് ആര് നിയോഗിച്ചു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്? അബൂ സുഫിയാൻ്റെ മകനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ബനു ഉമയ്യ കുടുംബമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവും ബനു ഉമയ്യ കുടുംബമാണ്. അപ്പോൾ ഇവരത് കണ്ടെത്തി. കണ്ടോ, ഉസ്മാൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കുടുംബക്കാർക്ക് ഭരണം കൈമാറി എന്ന അത് നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനെ സംബന്ധിച്ച് ആരാണോ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യാൻ മിടുക്കൽ യോഗ്യെന്ന് കണ്ടാൽ അയാളെ തീരുമാനിക്കലാണ്. അത് രാഷ്ട്രീയപരമായി 100% ശരിയാണ്. കുടുംബക്കാരായി പോയി എന്നത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ ഇവർ ആ ചാൻസ് ഉണ്ടോ, ഉസ്മാൻ അയാളെ മുആവിയെ ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ 3ാമത്തെ വിഷയം ഇവർക്ക് കിട്ടി. അങ്ങനെ കൂഫയിലും ബസ്രയിലും ഈ അബ്ദുല്ലാ ഇബ്നു സമ് ആളെ കൂട്ടിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഈ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യണം? മാറ്റണം എന്ന് പറഞ്ഞു. ചില സഹാബികളും ആ ചിന്തയിൽ പെട്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനും കൂടി ആ ചിന്തയിൽ പെട്ടുപോയി. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നുണ്ടോ, മദീനത്ത് പ്രശ്നമുണ്ടാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇവർ ഈ പറഞ്ഞ കൂഫയിലേക്ക് ആളെ കൂട്ടി റെഡിയായിട്ട് ചാൻസ് കാത്തിരുന്നു. ഒരു ഹജ്ജ് സമയത്ത് അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രമുഖരായ ആയിഷാ ബീവി ഒക്കെയും ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോയ സമയം നോക്കി ഇവരെല്ലാവരും കൂടി തള്ളിക്കയറി, മദീനത്തേക്ക് തള്ളിക്കയറി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ആ വീടിന് കാവിൽ നിന്ന 2 ആളുകൾ, ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നോമ്പും കൂടിയായിരുന്നു. വ്യാഴാഴ്ച നോമ്പ് തുറക്കാൻ വെള്ളം കൂടി ഇവർ കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ നായില ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റുമാ കിണർ വാങ്ങിത്തന്ന മനുഷ്യനാണത്. അത് നോമ്പ് തുറക്കാൻ പോലും വെള്ളം കൊടുക്കാതെ ഇദ്ദേഹത്തെ, ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ താടി പിടിച്ചുതാ പ്രമുഖനായൊരു സഹാബിയുടെ മകൻ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിനക്കറിയോ ഈ താടി ഏതാണെന്ന്? നിൻ്റെ വാപ്പ ബഹുമാനിച്ച താടിയാണിത് എന്ന് പറഞ്ഞതാ. ഇവരൊക്കെ ഒരു വലിയ അബദ്ധത്തിൽ പെട്ടുപോയതാണ്. അങ്ങനെ ഇദ്ദേഹത്തെ അബ്ദുല്ലാ ഇബ്നു സബ് ചട്ടം കെട്ടിയ ആളുകൾ കൂടി ആരെ കൊന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തി കൊന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മടിയിലേക്കാണ് വീഴുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് ആരുടെ കൈകൾ കൊണ്ടാണ്? മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ടാണ്. മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ടാണ്. അങ്ങനെ ഹജ്ജിന് പോയ ഇവരൊക്കെ തിരിച്ചു വരുമ്പോൾ കേൾക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഹസനെയും ഹുസൈനെയും പിടിച്ചിട്ട് കൊടുത്തു, നിങ്ങളെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയതല്ലേ, നിങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ബാക്കിയായത് എന്ന് ചോദിച്ച് ഇദ്ദേഹത്തോട് കയർക്കുന്നുണ്ട്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട് കഴിഞ്ഞ് ആ സമയത്ത് ഇനി അടുത്തൊരു ഖലീഫ വേണമല്ലോ.
അപ്പോൾ ചർച്ചയായി. അപ്പോൾ അടുത്ത ഖലീഫയായി അലി റളിയല്ലാഹു അൻഹുവിനെ തീരുമാനിച്ചു. ഈ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉൾപ്പെടെയുള്ള അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, പിന്നെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല എന്ന് പ്രമുഖ സഹാബിമാർ പറഞ്ഞു, അവിടെ നിൽക്കട്ടെ, ആദ്യം ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നവർക്ക് പകരം ചോദിക്കണം, എന്നിട്ട് മതി ഖലീഫ എന്ന് പറഞ്ഞു. ന്യായമാണ്. കാരണം ഒന്ന്, ഖലീഫയാണ് കൊന്നിരിക്കുന്നത്. മാത്രവുമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ കുടുംബമാണ്. അപ്പോൾ ഇവർ പറഞ്ഞു അതുകൊണ്ട് അത് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു നേതൃത്വമില്ലാതെ നമ്മൾ എങ്ങനെ യുദ്ധത്തിന് പോകും, അത് നമുക്ക് നേതൃത്വത്തെ തൽക്കാലം അംഗീകരിക്കാൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ കഴിവുകേടുകൂടി കൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടതെന്ന് ഇവരൊക്കെ മനസ്സിലാക്കി. സഹാബത്തും മനുഷ്യരാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഏതായാലും ഖലീഫയായി. ഇവർ ബൈഅത്ത് ചെയ്യാൻ മടിച്ചു. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കൂട്ടി ഈ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നവരോട് പകരം ചോദിക്കാൻ പോയി. ഈ പകരം ചോദിക്കാൻ പോയ യുദ്ധമാണ് ജമൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത യുദ്ധത്തിന് പോയതുകൊണ്ടാണ് ജമൽ യുദ്ധം എന്ന് പേര് വന്നത്. അങ്ങനെ ഇവർ അങ്ങനെ കൂഫയിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു ഇവരെ തടയാൻ വേണ്ടി, യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് അലി റളിയല്ലാഹു അൻഹു സൈന്യവുമായിട്ട് പോയി. ഈ ചാൻസ് ആര് മുതലാക്കി? ഈ അബ്ദുല്ലാഹി ഇബ്നു സബ് എന്ന ജൂതൻ മുൻകൂട്ടി കണ്ടു. അയാൾ കുറേ ടീമിനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ വിട്ടു, കുറച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വിട്ടു. എന്നിട്ട് ഇവർ രണ്ട് കൂട്ടരും അലി റളിയല്ലാഹു അൻഹു പരമാവധി യുദ്ധം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് സംസാരങ്ങളൊക്കെ നടത്തി, തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, യുദ്ധം വേണ്ട, അപ്പോൾ ചർച്ച പരിഹരിച്ചിട്ടുണ്ട്, സുബഹിക്ക് നമുക്ക് നിസ്കാരം കഴിയുമ്പോൾ ഇത് പ്രഖ്യാപിക്കാമെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹുവും തീരുമാനിച്ചു. അപ്പോൾ ഇവർക്ക് പ്രയാസമായി. കാരണം സുബഹി ആയാൽ സംഗതി നമ്മൾ ലക്ഷ്യം കാണില്ല. അപ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു സബ് ആയിഷ ബീവിയുടെ ടെൻറ്റിലുള്ള ജൂതന്മാരായ ഇവരുടെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അലിയുടെ ടെൻറ്റിലേക്ക് അമ്പ് ചെയ്യണം. അവിടെ അമ്പ് ഒന്ന് ചാടിയാൽ അലി റളിയല്ലാഹുവിൻ്റെ അവിടെ നിൽക്കുന്ന ജൂതന്മാരോട് ഇങ്ങോട്ടും അമ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ആയിഷ ബീവി നോക്കുമ്പോൾ അലിയുടെ പക്ഷത്തുനിന്ന് ഇഷ്ടംപോലെ അമ്പുകൾ തുര വരികയാണ്. അപ്പോൾ അലി റളിയല്ലാഹു ഈ കരാറ് ലംഘിച്ചു എന്ന് ആര് മനസ്സിലാക്കി? ആയിഷ ബീവി. അപ്പോൾ അലി നോക്കുമ്പോൾ ആയിഷ ബീവിയുടെ പക്ഷത്തുനിന്ന് ഇതേ വരുന്നു അമ്പ്. അപ്പോൾ ആയിഷ ബീവിയാണ് ഇത് ലംഘിച്ചതെന്ന് ആര് പറഞ്ഞു? ഇവർ മനസ്സിലാക്കി. അങ്ങനെയാണ് അതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ മരിച്ചു വീണതും ആരാണ്? മുസ്ലിം നബിയുടെ സഹാബത്തടക്കം അതിൽ രക്തസാക്ഷികളായി. ആരാണ് കളിച്ചത്? ഈ അബ്ദുല്ലാഹി ഇബ്നു സബ് എന്ന ആളുകൾ. എന്താണ് അവരുടെ വാദം? നബിക്ക് ശേഷം ആരാണ് വലിയ വസിയ? അലി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്തില്ല. എന്താ കാരണം? ഘാതകരെ പിടിച്ചിട്ട് ഞാൻ ബൈഅത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡമസ്കസിൽ മുആവിയ റളിയല്ലാഹു അൻഹു നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. 20 കൊല്ലം ഗവർണറും 20 കൊല്ലം ഖലീഫയായിരുന്ന ഏക വ്യക്തിയാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ. 40 കൊല്ലം മുസ്ലിങ്ങളെ ഭരിച്ചു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സിറിയയിലെ ഡമസ്കസിലെ ആളുകൾക്ക് ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല, രണ്ടാലൊന്നും അറിയണം എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യാണ്? ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടക്കം പോവുകയാണ്. അങ്ങനെ അവിടെ ഡമസ്കസിൽ ഒരു മുന്നൊരുക്കം ഉണ്ടെന്ന് അറിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് പോവുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരെയും ഇസ്ലാമിൻ്റെ കേന്ദ്രം മദീനയാണ്. അലി റളിയല്ലാഹു അൻഹു എങ്ങോട്ട് മാറ്റിയത്? കൂഫയിലേക്ക് മാറ്റി. അതിന് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകാം, എന്തുമാകട്ടെ കൂഫയിലേക്ക് അത് മാറ്റി. അപ്പോൾ സിറിയയിലാണ് ഗവർണറാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഇവിടെ നിന്ന് ഇവരും പോവുകയാണ്. അങ്ങനെ സിഫീൻ എന്ന സ്ഥലത്ത് വച്ചിട്ട് രണ്ട് കൂട്ടർ മുഖാമുഖം നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, രണ്ട് പക്ഷത്തും സഹാബികളടക്കമുള്ള മുസ്ലിങ്ങളാണ് രണ്ട് പക്ഷത്തും ഉള്ളത്.
അങ്ങനെ യുദ്ധം ചെയ്ത് അലി റളിയല്ലാഹുവിൻ്റെ പക്ഷം വിജയിക്കുകയാണ്. വിജയിക്കുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സഹാബി, അദ്ദേഹം ഖുർആൻ കുന്തത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് പൊക്കി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഈ ഖുർആനിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞാൽ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആണ്ടോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ പക്ഷമാണ് യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഖുർആനിലേക്ക് അവർ വിളിച്ചല്ലോ, നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രണ്ട് കൂട്ടരിൽ നിന്നും മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുത്തു. അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്തു നിന്നും അബൂ മൂസൽ അശ്ശരിയും മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവുമാണ് രണ്ട് മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കും. മനസ്സിലാകണ്ട? രണ്ട് മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുത്തു. എന്തിനാണ്? ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ആ തീരുമാനം എത്തി. അപ്പോഴതാ വേറൊരു കൂട്ടർ രംഗത്ത് വരുന്നു. അവർ പറഞ്ഞു, ഇനിൽ ഹുക്കുമ ഇല്ലാ ലില്ലാഹ്, വിധി പറയാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമാണ്. അലിക്കുമില്ല, മുആവിയക്കുമില്ല, അബൂ മൂസൽ അശ്ശരിക്കുമില്ല, അംറു ബിൻ ആസിനും ഇല്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരു ഹാക്കിമിനെ തീരുമാനിച്ച നിലയിൽ അലി റളിയല്ലാഹു അൻഹുവും മുആവിയയും കാഫിറായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖവാരിജികൾ രംഗത്ത് വന്നു. ആരുടെ പക്ഷത്തു നിന്നാണെന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തു നിന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? ഈ രണ്ട് മധ്യസ്ഥന്മാരെ തീരുമാനിച്ചല്ലോ, ഇതിങ്ങനെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. തീരുമാനിക്കാനുള്ള ഹുക്കുമ് പറയാൻ, ഹാക്കിമാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു അല്ലാത്തൊരു ഹാക്കിമാക്കിയത് കൊണ്ട് അലിയും കാഫിറായി, മുആവിയയും കാഫിറായി എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പിന്നെ അടുത്തത് ആരുമായി ഏറ്റുമുട്ടലാണ്? ഈ ഖവാരിജുകൾ. ഖവാരിജ് ആരുടെ പക്ഷത്തുനിന്ന് വന്നത്? അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ ഏതായാലും 12,000 ആളുകൾ അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്തു നിന്ന് ഖവാരിജുകളായി പുറത്തുപോയി നെഹ്റുവാനിൽ വച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ഇവരുമായി ഏറ്റുമുട്ടി. അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പറഞ്ഞു വിടുന്നുണ്ട്. അദ്ദേഹം സംസാരിച്ച് കുറേ ആളുകൾ തിരിച്ചു പോന്നു അദ്ദേഹത്തിൻ്റെ കൂടെ തെറ്റ് തിരുത്തിയിട്ട്. പോരാത്ത ആളുകൾ അലി റളിയല്ലാഹു അൻഹുവുമായി യുദ്ധം ചെയ്ത് അലി അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഖവാരിജുകളുടെ ഒരു ഏകദേശം ഒരു അവസാനം അലി റളിയല്ലാഹു അൻഹു. ഇനി ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ അടുത്ത വിഷയം പറയുമ്പോൾ ഞാൻ പറയാം. ഇങ്ങനെ സൂചിപ്പിച്ചേ, ഇത് ചരിത്രപരമായ ചില ട്വിസ്റ്റുകൾ. അപ്പോൾ ഖവാരിജുകളുമായി യുദ്ധം ചെയ്ത് അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്തു നിന്നാണ് വന്നത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു മുൽജിം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെടുകയാണ്. ഈ അബ്ദുല്ലാഹിബ്നു മുൽജിം ആരാന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ കൂഫയിലെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ ഒരാളെ മദീനത്ത് നിന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, അവിടെ അബ്ദുല്ലാഹിബ്നു മുൽജിം ഇല്ലേ? പിന്നെ ഞാൻ എന്തിനാ ഒരാളെ അയച്ചു തരണം എന്ന് ചോദിച്ച ആളാണ് അബ്ദുല്ലാഹിബ്നു മുൽജിം. മനസ്സിലാണ്ടോ? മുസ്ലിമാണ്, പക്ഷെ ഖവാരിജാണ്. ഖവാരിജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഈമാനും ഇഖ്ലാസും പോരാന്നും പറഞ്ഞ് പോയ ആൾക്കാരാണ്. ഇവരുടെ ഈമാനും ഇഖ്ലാസും പോരാന്നും പറഞ്ഞ് പോയ ആൾക്കാരാണ് ഖവാരിജ്. ഈ ഖവാരിജുകളുടെ കയ്യിൽ നിന്ന് കൊണ്ടാണ് 3 പേരെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും പിന്നെ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സുബഹിക്കാണ് കൊല്ലാനുള്ള പദ്ധതി ഇട്ടത്. ഈ മറ്റ് മുആവിയ റളിയല്ലാഹു അൻഹു മറ്റും സഹാബിയും അന്ന് വരാൻ വൈകിയതുകൊണ്ടോ വഴി മാറിയതുകൊണ്ടോ അവരെ രണ്ടുപേരും കൊന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ കൃത്യമായി സുബഹിക്ക് പള്ളിയിൽ വച്ച് കയറി അബ്ദുല്ലാഹിബ്നു മുൽജിം എന്ന മുസ്ലിമായ ഖവാരിജ് കുത്തി കൊലപ്പെടുത്തി പള്ളിയിൽ വച്ചിട്ട്. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ഈ സമയത്ത് ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകളുണ്ട്, ഉമ്മുൽ കുൽസും. നബിയുടെ മകളല്ല, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകളുടെ പേര് ഉമ്മുൽ കുൽസുമ. അവർ പറയുന്നുണ്ട്, സുബഹിക്ക് എന്താണ് ഇത്ര വലിയ ഒരു പ്രത്യേകത?
എൻ്റെ ഭർത്താവും സുബഹിക്കാണ് മരണപ്പെട്ടത്, ഷഹീദായത്, എൻ്റെ ഉപ്പയും സുബഹിക്കാണല്ലോ മരണപ്പെട്ടതെന്നാണ്. മനസ്സിലായ? അലി റളിയല്ലാഹുവിൻ്റെ ഒരു മകളായ ഉമ്മുൽ കുൽസൂമിനെ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ നബിയുടെ ആ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹുവിൻ്റെ മകളായ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു വിവാഹം ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവും ഷഹീദായി എവിടെയാ? സുബഹിക്ക് പള്ളിയിലാണ്. അപ്പോൾ എൻ്റെ വാപ്പ അലിയും പള്ളിയിലാണല്ലോ എന്ന് അവർ സങ്കടപ്പെടുന്ന രംഗം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഷഹീദായതിനു ശേഷം അടുത്ത ഖലീഫയായി കൂഫക്കാർ ആരെ കൊണ്ടുവന്നു? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. അപ്പോൾ നിലവിൽ വേറൊരു പ്രശ്നം അവിടെ ഉണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ ഗവർണറായി നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നം അവിടെ പരിഹരിച്ചിട്ടില്ല. ഏത് പ്രശ്നം? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടിച്ചിട്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ഈ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാൻസ് കൂഫക്കാരെല്ലാവരും കൂടി അലിയെ പ്രഖ്യാപിച്ചു, ഹസൻ റളിയല്ലാഹുവിനെ പ്രഖ്യാപിച്ചു. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം, ഞാനാണ് ഖലീഫ എന്ന് പറഞ്ഞു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായില്ല. അപ്പോൾ കുറച്ച് സൈന്യവുമായിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോയാണ്. ഈ പോകുന്ന വഴിക്ക് ഹസൻ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി തൻ്റെ കൂടെയുള്ളവരെ അത്ര വിശ്വസിക്കാൻ പറ്റിയവരല്ലെന്നും തനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റിയ സംഗതിയല്ലെന്ന് ബോധ്യപ്പെട്ട ഇദ്ദേഹം മുആവിയ റളിയല്ലാഹുവിന് കത്ത് എഴുതിയിട്ട് പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ഒഴിയാൻ പോവാണ്. 6 മാസം മാത്രമാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ഇരുന്നത്. ഇദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞ് എന്നെക്കാളും നല്ലത് ഇത് കൊണ്ടു നടക്കാൻ, കാരണം മുസ്ലിം ലോകം അന്ന് വ്യാപിച്ച് എവിടെയൊക്കെ എത്തി, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. എന്തെന്ന്? ഈ എൻ്റെ ഖലീഫ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ആരേൽപ്പിച്ചു? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഹസൻ റളിയല്ലാഹു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ സ്ഥാനത്ത് മാറുകയും പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. മരണപ്പെടുന്നതിന് ചില ചരിത്രങ്ങൾ കാണാം, അതിപ്പോൾ നമ്മുടെ വിഷയത്തെ ബാധിക്കാത്തതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഈ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായല്ലോ. ഖലീഫയായപ്പോൾ അത് തൃപ്തിപ്പെടാത്ത കുറേ ആളുകൾ അവർ മക്കയിലേക്ക് തിരിച്ചുപോയി. അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ്, ജാബിർ ഇബ്ൻ അബ്ദില്ല, അബ്ദുല്ലാഹിബ്ൻ ഉമർ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒക്കെ എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാതെ മക്കയിലേക്ക് തിരിച്ചുപോയി. ആ സമയത്താണ് അപ്പോൾ കൂഫക്കാർക്ക് ആരില്ല, ഹസൻ റളിയല്ലാഹു മരിച്ചല്ലോ. കൂഫക്കാർ നേരെ ഹുസൈൻ റളിയല്ലാഹുവിന് കത്തെഴുതി, ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കാൻ റെഡിയാണ്, അങ്ങ് വരണം. ഒരു ദിവസം 600 കത്തുണ്ട് വന്നിരുന്നു എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എഴുതിയത്. 12,000 കത്തുകൾ മൊത്തം വന്നു മക്കയിലേക്ക്, തുരതുര കത്ത്. ഈ കത്ത് മെസ്സേജല്ല, കൂഫയിൽ നിന്ന് ഒരാൾ വരണം മക്കയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ വന്ന് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ ഈ കത്ത് വരുമ്പോഴൊക്കെ അവസാനത്തെ കത്ത് എന്താണെന്നറിയോ? നിങ്ങൾ ഇനി കൂഫയിലേക്ക് വന്നില്ലെങ്കിൽ ഇസ്ലാം ദീനിന് പറ്റിയ പരിക്കിൽ നിങ്ങൾ പടച്ചോനോട് മറുപടി പറയേണ്ടി വരും എന്ന കത്ത് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അന്ന് ഹജ്ജിൻ്റെ സമയമാണ്, ദുൽഹജ്ജ് 8 യൗമു തർവിയാണ്. അപ്പോൾ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് പറഞ്ഞു, നിങ്ങൾ പോകരുത്, കാരണം കൂഫക്കാർ നിങ്ങളുടെ ഉപ്പയെ കൊലപ്പെടുത്തിയ ആൾക്കാർ, അവർ വിശ്വസിക്കരുത് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹിബ്ൻ ഉമർ പറഞ്ഞു, പല പ്രമുഖരും പറഞ്ഞു നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസാനത്തെ കത്ത് കിട്ടിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പോയേ മതിയാവൂ എന്ന് തീരുമാനം. അപ്പോൾ ഇദ്ദേഹം ആദ്യം ഇദ്ദേഹത്തിൻ്റെ മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന അബൂ താലിബിൻ്റെ മറ്റൊരു മകനായ മുസ്ലിം ഇബ്നു ഉഖൈലിനെ നീ ആദ്യം കൂഫയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു വിട്ടു. കൂഫയിൽ ചെല്ലുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ആണ് കൂഫയിലെ ഗവർണർ. അദ്ദേഹം നല്ല സാധുവായ മനുഷ്യൻ, നബിയുടെ കുടുംബത്തോട് വലിയ സ്നേഹമുള്ള നല്ല ഒരു മനുഷ്യൻ, സഹാബിയാണ്. അപ്പോൾ ഈ മുസൈലിം ഇബ്നു ഉഖൈൽ കൂഫയിലെത്തിയപ്പോൾ അവിടെ സ്ഥിതിയെല്ലാം കണ്ടപ്പോൾ പറഞ്ഞു തരക്കേടില്ല, കാരണം എന്താ, ഇവിടെ നുഅ്മാൻ ഇബ്നു ബഷീറാണ് ഉള്ളത്, ആൾക്കാരൊക്കെ ഹുസൈൻ്റെ വരവിന് കാത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് കത്തെഴുതി, ഇങ്ങോട്ട് പോരെ, ധൈര്യമായിട്ട് പോരെ, ഇനിയൊന്നും നോക്കണ്ട, ഇവിടെ എല്ലാം ഓക്കെയാണ് കൂഫ എന്ന് പറഞ്ഞ് വിളിച്ചു. നമുക്ക് ഈ കത്ത് അങ്ങോട്ട് എത്തണം മക്കയിലേക്ക്.
ഈ കത്ത് കിട്ടി പോകാൻ നേരത്തെ വഴിയിൽ വച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം, ഫറസ്ദക്ക് എന്ന് പറഞ്ഞ ഒരു കവി പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് ഹുസൈൻ അവരെ പോണത്? ഞാൻ കൂഫയിലേക്കാണെന്ന് പറഞ്ഞു. അവർ വിളിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കവി പറഞ്ഞു, കുലൂബുഹും മാക് സുയൂഫുഹും അലൈക്ക്. നിങ്ങൾ പറയുന്നത് പോലെ അവരുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ ഒപ്പമില്ലാട്ടോ, അവരുടെ വാളുകൾ നിങ്ങൾക്ക് മേലെയാണ് എന്ന് ഈ കവി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? കൂഫക്കാരെ വിശ്വസിച്ച് പോകണ്ട. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഹിജറ 61 ഹുസൈൻ റളിയല്ലാഹു കൂഫയിലേക്ക് പോകുന്നത്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വരുന്നുണ്ടെന്ന വിവരം കിട്ടിയ സമയത്ത് അതിന് മുആവിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ മകനായ യസീദ് ബിൻ മുആവിയെ ഗവർണറാക്കി. തനിക്ക് ശേഷം തൻ്റെ മകനായ യസീദിനെ. അപ്പോൾ യസീദിനെ പിടിക്കാത്തതുകൊണ്ടാണ് ആര് പോയത്? ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ യസീദിന് ബൈഅത്ത് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഹുസൈൻ റളിയല്ലാഹു ആളെയും കൂട്ടി കൂഫയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ നുഅ്മാൻ ബിൻ ബഷീറിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ യസീദ് ബിൻ മുആവിയ എന്ത് ചെയ്തു വെച്ചാൽ, ആ ഗവർണറെ മാറ്റി. ആരെ മാറ്റി? നിലവിലെ കൂഫയിലെ ഗവർണറെ മാറ്റി. അതൊരു ഭരണാധികാരി എന്ന നിലയിൽ അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ മാറ്റിയിട്ട് പകരം വേറൊരാളെ അവിടെ ഗവർണറാക്കി വെച്ചിട്ട് യസീദ് നുഅ്മാൻ ബിൻ ബഷീറിനെ നേരെ ഡമസ്കസിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. പക്ഷെ ആ സമയത്ത് ഈ മുസൈലിബ്നു ഉഖൈലിനെ ഈ കൂഫയിലുള്ള അബ്ദുല്ലാഹിബ്നു സബ് നേതൃത്വം കൊടുത്ത ഈ ജൂത ആശയത്തിൻ്റെ ആളുകൾ വട്ടം കൂടി ഈ മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊലപ്പെടുത്തി, തെരഞ്ഞു പിടിച്ച്. ഒരു വൃദ്ധയായ സ്ത്രീയാണ് അഭയം കൊടുത്തത്. ആ വീട്ടിൽ കയറി തെരഞ്ഞു പിടിച്ച് ആരെ കൊന്നു? മുസൈലിബ്നു ഉഖൈലിനെ കൊന്നു. ഈ വിവരം ആരറിഞ്ഞില്ല? ഹുസൈൻ അറിയില്ല, കാരണം കത്ത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ കൊലപ്പെടുത്ത വിവരം വഴിയിൽ വച്ചിട്ടാണ് അറിയുന്നത്. സംഗതി നമ്മൾ വിചാരിച്ചതുപോലെയല്ല, കൂഫയിൽ സംഗതി വളരെ മോശമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ കൂഫയിലെ ഗവർണറായിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽപ്പെട്ട 3 ആളുകൾ, ഒന്ന് ഉബൈദുല്ലാഹിബ്നു സിയാദും, പിന്നെ ശംർ ഇബ്നു ദിൽ ഷൗഷനും, പിന്നെ സിനാൻ ഇബ്നു അനസ്. ഇവർ 3 പേരും ഈ സൈന്യത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു. അന്ന് ഡമസ്കസിലാണ് യസീദ് ഉള്ളത്. അദ്ദേഹമാണ് അന്നത്തെ ഭരണാധികാരി. കർബല എന്ന സ്ഥലത്ത് വെച്ച്, കൂഫയ്ക്ക് മുമ്പുള്ള കർബല എന്ന സ്ഥലത്ത് വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ ഇവർ തടഞ്ഞു. അപ്പോൾ ഈ ഗവർണർ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഹുസൈനായിട്ട് യുദ്ധത്തിന് പോകരുത് എന്ന് പറഞ്ഞിരുന്നു, പിന്തിരിപ്പിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സംഗതി വഷളാണെന്ന് കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു 2 ഡിമാൻഡ് വെച്ചു. ഞാൻ നിങ്ങളോട് യുദ്ധത്തിനില്ല, എനിക്ക് 2 കാര്യം ചെയ്തു. ഒന്നെങ്കിൽ ഞാൻ യസീദിനോട്, ഗവർണറായ ഖലീഫയായ യസീദിൻ്റെ അടുത്തേക്ക് പോയി ബൈഅത്ത് ചെയ്തോളാം, ഇല്ലെങ്കിൽ ഞാൻ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ആരംഗീകരിച്ചില്ല? ഈ ഉബൈദുല്ലാഹിബ്നു സിയാദ് എന്ന് പറയുന്ന ആൾ സ്വീകരിച്ചില്ല. നിങ്ങൾ ഈ ഉബൈദുല്ലാഹി സിയാദിനെ ഓർത്ത് വെക്കണം കേട്ടോ. ഉബൈദുല്ലാഹി സിയാദ് അത് അംഗീകരിച്ചില്ല. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് കുറേ ആളുകൾ തിരിഞ്ഞുപോയി. 70 ആളുകൾ മാത്രം ബാക്കിയായി. ഈ 70 ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ്, മകള്, അങ്ങനെ ബന്ധപ്പെട്ടവർ മാത്രമേ അതിലുള്ളൂ. ഈ ഉബൈദുല്ലാഹിബ്നു സിയാദിൻ്റെ സൈന്യത്തിൽപ്പെട്ട ശംർ ഇബ്നു ദിൽ ജൗഷൻ എന്ത് ചെയ്തു? തക്കം നോക്കി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊല്ലുക മാത്രമല്ല, ഈ സിനാൻ ഇബ്നു അനസ് എന്ന് പറഞ്ഞ വ്യക്തി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയറുത്തു. ഇതാരറിയുന്നില്ല? അവിടുത്തെ ഭരണാധികാരിയായ യസീദും അറിയുന്നില്ല, ഈ ഗവർണർ കൂഫയിലെ ഗവർണറും അറിയുന്നില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഹുസൈൻ റളിയല്ലാഹു ഒരുപാട് പറയുന്നുണ്ട്, കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെയാണ്, കുട്ടികളൊക്കെ മുലപ്പാൽ കിട്ടാതെ കരഞ്ഞാണ് മരിച്ചത്. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഒരു മകനുണ്ട്, അലിയുൽ അസ്ഗർ എന്നാണ് അറിയപ്പെടുക. ഒന്ന് അലിയുൽ അക്ബറുണ്ട്, അലിയുൽ അസ്ഗർ ഉണ്ട്. ഈ അലിയുൽ അസ്ഗറിനുള്ള പേരാണ് സൈനുൽ ആബിദീൻ. അലിയുബ്നു ഹുസൈനുൽ സൈനുൽ ആബിദീൻ. അലിയുബ്നു ഹുസൈനുൽ സൈൻ, ഇത് ഇദ്ദേഹത്തിൻ്റെ മകനാണ്. ഈ മകന് സുഖമില്ലാതിരുന്നു കൊണ്ട് തൻ്റെ പെങ്ങളായ സൈനബ ബിന്ത് അലി റളിയല്ലാഹുവിൻ്റെ കൂടെ
പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ ഇവരല്ലാത്ത ബാക്കി എല്ലാവരെയും ഇവർ കൊന്നു. അപ്പോൾ കൊല്ലപ്പെടുത്താതെ രക്ഷപ്പെട്ട ആൾക്കാരാരാ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളായ അലി റളിയല്ലാഹുവിൻ്റെ മകളായ സൈനബ റളിയല്ലാഹു അൻഹുവും ഇദ്ദേഹത്തിൻ്റെ മകനായ അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീനുമാണ് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും കൊന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഈ ഹിജറ 60 മുഹറം 10 ഈ കർബല എന്ന സ്ഥലത്ത് വെച്ച് കൊന്ന് തലയർത്തു. അതിലാരാ പങ്കാളികളായത്? ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്, ശംർ ഇബ്നു ദിൽജൗഷൻ, സിനാൻ ഇബ്നു അനസ്. ഞാൻ ടിസ്റ്റ് എന്താന്ന് പറഞ്ഞോ, ഈ 3 ആളുകളും സിഫീൻ യുദ്ധത്തിൽ അലിയുടെ പക്ഷത്തായിരുന്നു. ആർക്കെതിരെ? മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ അലി പക്ഷത്തുണ്ടായിരുന്ന 3 ആളുകളാണ് ആര്? ഈ 3 ആളുകൾ. അപ്പം ആരാണ് ഹുസൈനെ കൊന്നത്? മനസ്സിലായില്ല. അപ്പം ഇതാണ് ഇവരുടെ നബിപ്രേമം. ഇവർ അലിയുടെ പക്ഷത്തായ ഖവാരിജിയിൽപ്പെട്ട ആളുകളാണ്. അവരാണ് ഈ പറഞ്ഞ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതിൽ പിന്നെയാണ് ഈ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഷിയായിസത്തിൻ്റെ ചരിത്രത്തിൽ കർബല വരെ നമ്മൾ തൽക്കാലം ഒന്ന് നമ്മുടെ മനസ്സിലിരിക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കർബലയിലാണ് എത്തി നിൽക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിനൊരു മകൻ അലിയുൽ അസ്ഗർ എന്ന് പറയുന്ന മകൻ ഈ പെങ്ങടെ കൂടെ എങ്ങോട്ട് പോയി? തിരിച്ചുപോയി. യമനിലേക്കാണെന്നും ഡമസ്കസിലേക്കാണെന്നും പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെങ്ങൾ സൈനബ ബിന്ത് അലി റളിയല്ലാഹു അൻഹു ഈ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി കർബലയിലേക്ക് വരുന്നുണ്ട്. 40 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ എത്രയായി? മുഹറം 10 നടന്നു. പിന്നെ വരുന്നത് എപ്പോഴാണ്? അപ്പോൾ എത്രയായി? സഫർ 20 അല്ലേ? സഫർ 20 തിരിച്ചു വരുന്നു. അപ്പോൾ 40ആയി. ഈ 40 ഷിയാക്കളുടെ വലിയ ആഘോഷമായ അർബഈൻ എന്ന് പറഞ്ഞാൽ 40. ഇതാണ് നമ്മുടെ നാട്ടിൽ 40 ആണ്ട്. നമ്മുടെ നാട്ടിൽ 40 മരിച്ചാൽ ഇത് ആരുടേതാണ്? ഷിയാക്കളുടെയാണ്. ഇന്ന് ലോകത്ത് അപ്പം അവരവകാശപ്പെടുന്നത് ഹജ്ജിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്ന. ഏറെക്കുറെ നോക്കുമ്പോൾ നമുക്ക് തോന്നും സഫർ 20 കർബലയിൽ ലോകത്തുള്ള മുഴുവൻ ഷിയാക്കളും അല്ലാത്തവരും ഒരുമിച്ച് കൂടും. എന്തിന്? ഈ അർബഈനയിൽ പങ്കെടുക്കാൻ. അത് ഇദ്ദേഹത്തിൻ്റെ 40ാമത്തെ ദിവസം ഖബർ സന്ദർശിക്കാൻ വന്നതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. നോക്കൂ, അപ്പോൾ ഷിയായിസം നമ്മളെ സ്വാധീനിച്ചതിൻ്റെ ഒരു അടയാളമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 40 നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞ 40 ആളുകൾ ഈ കൊണ്ട് നടക്കുന്ന ആളുകൾക്കും എന്തറിയില്ല, ഇത് ഷിയാ വിശ്വാസമാണെന്ന് അറിയില്ല. അപ്പോൾ ഷിയാക്കളുടെ ആദർശം അറിയണമെങ്കിൽ ഒരൊറ്റ ഉത്തരവുള്ളൂ, നമ്മുടെ നാട്ടിലെ സുന്നികൾ എന്ന് പറഞ്ഞ ആളുകൾ കൊണ്ട് നടക്കുന്ന പലതും എന്താണ്? ഷിയ ആശയങ്ങളാണ് പലതും, എല്ലാം അല്ല. അങ്ങനെ ഇത് വന്നു. ഇനി ഞാൻ പറഞ്ഞ ടിസ്റ്റ് എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് ഈ ഷിയാക്കൾ അവരാരെയാണ് വിളിക്കാറുള്ളത്? അവരെ വിളി ആരെയാ? യാ ഹുസൈൻ, യാ ഹസൻ എന്ന് വിളി കുറവാണ്. പിന്നെ വിളിക്കും യാ അലി എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവർ യാ ഹുസൈൻ, ആ വിളി നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ലബ്ബൈക യാ ഹുസൈൻ എന്ന വിളി നമ്മുടെ കേരളത്തിലെ ചില ഇസ്ലാമിസ്റ്റുകൾ പോലും പരസ്യമായി വിളിക്കാൻ തുടങ്ങി, ലബ്ബൈക യാ ഹുസൈൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു ഷഹീദായതാണ്. ഇത് രണ്ടിലുമില്ലാതെ എന്തിനാണ് യാ ഹുസൈൻ എന്ന് വിളിച്ച്? അതാണ് ഷിയാക്കളുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അതുകൂടി അറിയുമ്പോഴാണ് ഷിയായിസം എന്താണ്, ആരുടെ ചരക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഇത്ര സ്നേഹം ഇവരെ പ്രകടിപ്പിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നതെന്ന് മുസ്ലിം ലോകത്ത് ആരും ശ്രദ്ധിക്കരുത്. മനസ്സിലാണ്ട? അപ്പോൾ ഇവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഇങ്ങനെ കരയുകയും ഇത് പറയുകയും ചെയ്താൽ സ്വാഭാവികം ജനങ്ങൾ എന്ത് മനസ്സിലാക്കും?
ഇവരായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ. ബാക്കിയുള്ള നമ്മളൊക്കെയാണ് ആ പരിപാടി ചെയ്തതെന്ന് ജനം മനസ്സിലാക്കുന്ന. അപ്പോൾ തങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത ക്രൂരത ഞാൻ പറഞ്ഞല്ലോ, കൂഫക്കാരായ ഈ ഷിയാക്കൾ വിളിച്ചു വരുത്തി ചതിച്ചു കൊലപ്പെടുത്തിയതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ കരയുന്നത്. നിങ്ങൾ ഇപ്പം അറിയാത്തതുകൊണ്ട് ഇപ്പോൾ അറബ് ചാനൽ ഇപ്പം ഒരാഴ്ചയായിട്ട് ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്ന തനി പ്രാകൃതമായ ആചാരങ്ങൾ നമ്മൾ കണ്ടാൽ ലജ്ജിച്ച് തല താഴ്ത്തും. ഇതൊക്കെയാണോന്ന് അവരിൽ നിൽക്കുന്ന ഏറ്റവും വികൃതമായ ഒരു ആചാരമുണ്ട്, മുത്അ വിവാഹം എന്ന. മുത്അ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിന് മലയാളത്തിൽ പറയാൻ ലൈസൻസ് ഉള്ള വ്യഭിചാരം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഷിയാക്ക് അത് ഇസ്ലാം വിരോധിച്ച ഹറാമാക്കിയ സംഗതിയാണ്. ഇനി അത് ഇല്ലാട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കയ്യിൽ എന്താണോ മഹർ കൊടുക്കാനുള്ളത് ഞാൻ ആ സ്ത്രീയോട് പറയുകയും സ്ത്രീ ഇഷ്ടപ്പെടുകയും ചെയ്തു. ശരി, എൻ്റെ മൊബൈലാണ്, 1 മാസത്തേക്ക് ഞാൻ വിവാഹം കഴിക്കുന്നു. ആ 1 മാസം കഴിഞ്ഞ ഡേറ്റ് കഴിയുമ്പോൾ തൊലാക്കൊന്നും വേണ്ട, സ്വാഭാവികമായി വേർപിരിയും. അതിൽ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുമായി സ്ത്രീ പോവുകയാണ്. അടുത്ത മുത്തഴക്ക് വേണ്ടി സ്ത്രീ പോകും. ഇപ്പം ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോയിൽ അവിടെ കർബലയിലെ സ്ത്രീകൾ ഇറാനിലൊക്കെ കിടന്ന് ഒരു സ്ത്രീ പറയാണ്, രാത്രി ഇറാനികൾക്ക് പകൽ അഫ്ഗാനികൾക്ക് വേണ്ടി. മനസ്സിലായല്ലോ? രാത്രി ഇറാനികൾക്ക് വേണ്ടി പകൽ അഫ്ഗാനികൾക്ക് വേണ്ടി ജീവിതം കളയാന്ന. അത് അവർ നിലനിൽക്കുന്ന ഹറാമായ ആചാരമാണ്. അത് ഈ പറയുന്ന ഇവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള ഹുമൈനി അങ്ങനെ 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ മുത്അ വിവാഹം ചെയ്തു എന്നും അന്ന് രാത്രി ഈ പെൺകുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എന്നും ഹുമൈനിയുടെ സന്തത സഹചാരിയായ പിന്നീട് ഷിയായിസം വിട്ട് അഹ്ലുസുന്നയിലേക്ക് വന്ന ഇമാം മൂസവി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട് ലില്ലാഹി വലിത്താരിഖ്, അള്ളാഹുവിനും ചരിത്രത്തിനുമായി എന്ന പുസ്തകത്തിൽ മൂസവി പറയുന്നുണ്ട്. അപ്പോൾ അത് നിൽക്കട്ടെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഇത്ര പ്രേമം വരാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. തങ്ങൾ അല്ല ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കണം. രണ്ടാമതൊരു സംഗതിയുണ്ട്. ഷിയ ആചാരം കുറച്ച് ജൂതന്മാരുടെതുണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുടെ, കുറച്ച് മജൂസികളുടേതുണ്ട്. ഇത് 3ഉം കൂടിയിട്ടാണ് ഷിയായിസം. അതുകൊണ്ടാണ് ഷിയാക്കൾ പല കക്ഷികളായി മാറിയതിൽ എന്താണ് ഇത് 3ഉം കൂടിയത്. ഇത് 3ഉം എല്ലാത്തിലും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പല കക്ഷികളായി മാറിയത്. ഇത് 3ഉം ഉണ്ട്. ഇതെങ്ങനെ 3ഉം വന്നതെന്ന് അടുത്ത ടിസ്റ്റ് ഞാൻ വേറെ പറയാം. അപ്പോൾ ഇവർക്ക് ഹുസൈൻ റളിയല്ലാഹുവിനോട് പ്രേമം വരാൻ ഒരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഞാൻ പറയല്ലോ സുഖമില്ലാതെ മാറിപ്പോയിന്ന്, അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ. ആ താവഴിയാണ് ഇന്നത്തെ ഷിയാക്കളുള്ളത്. സൈനുൽ ആബിദീൻ്റെ താവഴിയിലാണ് ഇന്നത്തെ ഷിയാക്കൾ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പേർഷ്യ ഖാദിസിയ യുദ്ധത്തിൽ പിടിച്ചടക്കി. പേർഷ്യ പിടിച്ചത് അവസാനത്തെ പേർഷ്യൻ ചക്രവർത്തി യസ്തജുർദായിരുന്നു. ഈ യസ്തജുർദിൻ്റെ ഒരു മകളുണ്ട് ഷഹർബാനു. അവരെ ബന്ദിയായി പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. കാരണം അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ പേർഷ്യൻ ചക്രവർത്തിയായ യസ്തജുർദിൻ്റെ മകളായ ഷഹറുബാനെ ഹുസൈൻ റളിയല്ലാഹു വിവാഹം കഴിക്കുകയും ആ ഷഹറുബാനിലുള്ള മകനാണ് അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവരുടെ രക്തം ഏതാണ്? പേർഷ്യൻ മജൂസി രക്തത്തിൻ്റെ പേരിലാണ്. ഷഹറുബാൻ മുസ്ലിം ആയിട്ടുണ്ടാകുക, അങ്ങനെയാണ് വിവാഹം കഴിക്കുക. അതുകൊണ്ടാണ് അവിടെ വംശപരമ്പര നിലനിൽക്കുന്നത് ഇദ്ദേഹത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സ്നേഹം വരാനുള്ള ഒരു കാര്യം. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് ഇസ്ലാമിക ഖിലാഫത്ത് ഉമവികൾ വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമവി വംശത്തോട് എന്താ ഇത്ര ഇവർക്ക്
ഇഷ്ടക്കുറവ്? നിങ്ങൾക്ക് വല്ല പോരായ്മ തോന്നുന്നുണ്ടോ ഉമ്മവി വംശത്തിന്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉമവി വംശം അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ വംശമൊന്നുമല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്? അബൂ സുഫിയാൻ്റെ മകനാണ്. വേറെന്താ പ്രത്യേകത? നബിയുടെ അളിയനാണ് അല്ലേ? അബൂ സുഫിയാൻ്റെ മകളായ ഉമ്മു ഹബീബയെ ആര് വിവാഹം കഴിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം നബിയുടെ അളിയനാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളെയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു നബി വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ നബി വിവാഹം കഴിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ ഹഫ്സയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അപ്പോൾ ആ ബന്ധങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയുടെ 2 മകളെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നോ നബിയിൽ നിന്നോ എന്തെങ്കിലും ഒരു പോരായ്മ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ ബനൂ ഉമയ്യ കുടുംബം? അല്ല. ഇവരിത്ര പോരായ്മ പറയാം. എന്തുകൊണ്ടാണ് ഷിയാക്കൾക്ക് അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത 4 ആൾക്കാരാണ് അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹുവും ആയിഷ ബീവിയും ഹഫ്സ റളിയല്ലാഹു അൻഹു. എന്തത്ര ദേഷ്യം? നബി വിവാഹം ചെയ്തു എന്നതിൻ്റെ പേരിലാണ്. ലോകത്ത് തങ്ങളുടെ മതത്തിലേക്ക് ലോകത്ത് അങ്ങനൊരു ആളുകളില്ല. സ്വന്തം ആദർശത്തിലേക്ക് ചേരണമെങ്കിൽ ലഅനത്ത് ചൊല്ലിക്കൊണ്ട് ചേരണമെന്ന് ആചാരമുള്ളത് ഷിയാക്കൾക്ക് മാത്രമേ ഉള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ അന്ന അലിയൻ വലിയുള്ളാഹ്, അലി അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പറഞ്ഞാൽ ഷിയാവോ? ആവൂല. പിന്നെ എന്ത് വേണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും പേരിൽ ലഅനത്ത് കൂടി ചെല്ലിയാലാണ് അവരുടെ ഷഹാദത്ത്. ലോകത്ത് ലഅനത്ത് ചൊല്ലി ആദർശത്തിലേക്ക് കൊണ്ടുവരുന്ന ഏക വിഭാഗം ആരും മാത്രമേ ഉള്ളൂ? ഷിയാക്കൾ. ഇവരെയാണ് നമ്മൾ മഹത്വവൽക്കരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്. ഇനി അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹത്തെ കഴിഞ്ഞ് പിന്നെ ഉമവികൾ വരുന്നു. യസീദ് ഖലീഫയാകുന്നു. പിന്നെ അമവികളാണ് ഖലീഫ പിന്നെ നേതൃത്വം കൊടുത്തത്. പിന്നീട് അബ്ബാസികൾ വരുന്നു. അബ്ബാസികൾ വന്നു കഴിഞ്ഞ ശേഷം വരുന്നത് ലോകത്ത് ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ചു. പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും തകർച്ചയുണ്ടായി, ഭരണങ്ങൾ തകർന്നു. അങ്ങനെയാണ് താർത്താരികളുടെ രംഗപ്രവേശനം. ചെങ്കിസ്ഥാൻ അവസാനമായി വന്ന് മുസ്ലിം ലോകത്തെ തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ, സൂഫി ചിന്താഗതിയിലുള്ള ആളുകളൊക്കെ നേരെ അഭയം തേടിയത് ഇറാനിലേക്കാണ്. ഈ ഇറാൻ്റെ പഴയ പേരെന്താണെന്നറിയുമോ? പഴയ പേർഷ്യയാണ് ഇറാൻ. ഇവർക്ക് ഒരു പഴയ ഒരു വൈരാഗ്യമുണ്ട്. എന്താ വൈരാഗ്യം? ഉമർ റളിയല്ലാഹു അൻഹു പേർഷ്യ പിടിച്ചടക്കിയതിൻ്റെ വൈരാഗ്യം ആർക്കുണ്ട്? പേർഷ്യക്കാർക്കുണ്ട്. ഇനി ഞാൻ വേറെ രണ്ടാമത്തെ ടിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയതാരാ? അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ഒരു മജൂസിയാണ്. ഈ മജൂസി എന്തിന് കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ പേർഷ്യ കീഴടക്കി എന്ന വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഉമർ റളിയല്ലാഹുവിനെ കൊല്ലുന്നത്. ഞാൻ അവിടെ ടിസ്റ്റ് എന്ന് പറയാൻ കാരണം, ഇദ്ദേഹത്തെ സുബഹിക്കാണ് കൊലപ്പെടുത്തുന്നത്. തലേ ദിവസം രാത്രി ഈ അബൂ ലുഅ്ലുഅത്തും പിന്നെ ഹുർമുസാനും ഒരു ജൂത പണ്ഡിതനും ഒരു ക്രിസ്ത്യാനിയായ സ്ത്രീയും രാത്രിയുടെ മറവിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു സഹാബി കണ്ടു. അദ്ദേഹം നടന്നു പോയപ്പോൾ ഇവർ 4 പേരും ഉണ്ട്. അപ്പോൾ ഒരു അസ്വാഭാവികതയും കണ്ടില്ല അവർ. പിറ്റേ ദിവസം ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായി ഇന്നലെ ആ 4 കൂട്ടരും പ്ലാൻ ചെയ്തത് എന്തായിരുന്നു? ഇദ്ദേഹത്തിന്. അങ്ങനെ ഈ അബൂ ലുഅ്ലുഅത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കടാര ചാടി പോകുന്നത് ഈ സഹാബി രാത്രി കണ്ടിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ കത്തിന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇറച്ചി ഇങ്ങനെ മുറുക്കിയാണ് പാകം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സഹാബി അത് വിശ്വസിച്ചു. കാരണം എന്താ? ഉമറിൻ്റെ കാലഘട്ടത്തിൽ നീതി ഇങ്ങനെ സമാധാനം നിലനിൽക്കുമ്പോൾ ആരും അവിശ്വസിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്തിൻ്റെ കുത്തേറ്റ് ഷഹീദാകുന്ന സമയത്താണ് ഈ സഹാബി പറഞ്ഞത്, ഇന്നലെ ഇയാളും
ഹുർമുസാനെ പിടിച്ചുകൊണ്ടുവന്ന പേർഷ്യയിൽ നിന്ന്. എന്നിട്ട് ഇയാൾ മുസ്ലിമായി എന്ന് പറഞ്ഞു. മുസ്ലിമായി നിന്നു. പിന്നെ ഒരു ക്രിസ്ത്യാനിയായ സ്ത്രീയും ഒരു ജൂത പണ്ഡിതനും. ഇവരുടെ ഗൂഢാലോചനയായിരുന്നു എവിടെ എത്തിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ അവിടെ ഒരു പ്രയാസം എന്താ സംഭവിച്ചെന്നറിയുമോ? എന്തായിരുന്നു ആ ഗൂഢാലോചന എന്ന് നമുക്ക് കിട്ടിയില്ല. ഇവരെന്തിനാണ് ഒരുമിച്ച് കൂടിയെന്ന് കിട്ടിയില്ല. എന്താ കിട്ടാത്ത കാരണം വെച്ചാൽ, ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകൻ, അബ്ദുല്ലാഹിബ്നു ഉമർ അല്ല, വേറൊരു മകൻ ഈ 3 പേരെയും കൊന്നു കളഞ്ഞിരുന്നു. അബൂ ലുഅ്ലുഅത്ത് എന്ത് ചെയ്തു? സ്വന്തം കത്തിയെടുത്തിട്ട് കുത്തി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ 3 പേരെ കൊലപ്പെടുത്തിയത് കൊണ്ട് ഇവരുടെ ഈ ഗൂഢാലോചന പിടിക്കാൻ പറ്റി. എന്തായിരുന്നു ഒരു ചർച്ച എന്ന് കിട്ടിയില്ല. ആ ഒരു അവ്യക്തത മുസ്ലിം ലോകത്ത് ഇന്നും ഉണ്ട്. ആ ചർച്ച പുറത്തു വന്നിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് എന്തുണ്ടാവില്ല? ഷിയായിസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ 3 പേരുടെയും ഗൂഢാലോചനയുടെ ഫലമാണ് ഷിയായിസം. ജൂതൻ, മജൂസി, ക്രിസ്ത്യാനി, ഇത് 3 ഇവരിലുണ്ടെന്ന്. അതുകൊണ്ടാണ് ലോകത്ത് ഇന്നത്തെ ഇറാൻ ഉണ്ടല്ലോ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശപരമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലമാണ് ഇറാൻ. ഒരു ബന്ധമില്ലാത്ത സ്ഥലമാണ് ഇറാൻ. കാരണം അവർ പറയുന്ന എല്ലാ സ്ഥലവും, അവരുടെ കർബല ഇറാഖിലാണ്. അലി റളിയല്ലാഹു അൻഹു ഷഹീദായി ഖബറടക്കപ്പെട്ട നെജ്ഫ്, അവർ നെജ്ഫുൽ അഷ്റഫ് എന്ന് പറയാം, പവിത്രമായ നെജ്ഫ് എന്ന് പറയാം. ആ നെജ്ഫ് ഇറാഖിലാണ്. കൂഫ, ഇവർ പറയുന്ന എല്ലാ സംഗതിയും ഉള്ളത് എവിടെയാണുള്ളത്? ഇറാഖിലാണുള്ളത്. ഇവർക്ക് ഇറാനിൽ എന്തില്ല? ഇറാനിൽ ഷിയാക്കളുമായി ബന്ധപ്പെട്ട ഒരു സാധനവുമില്ല, ഒന്നൊഴികെ. ഞാൻ ഒന്നുകൂടി പറയാം. ഷിയാക്കൾക്ക് ഇറാനിൽ ഷിയ ആദർശവുമായി ബന്ധപ്പെട്ട ഒന്നും ഇല്ല. ഉള്ളത് മുഴുവൻ എവിടെയാണ്? ഇറാഖിലാണ് ഉള്ളത്. പിന്നെ ഒന്നുണ്ട്, എന്താണെന്നറിയുമോ? ബാബ ഷുജാഉദ്ദീൻ എന്നു പറയുന്ന ഒരു ഖബർസ്ഥാനുണ്ട്. ഈ ആരാ ബാബ ഷുജാഉദ്ദീൻ എന്നറിയോ? അബൂ ലുഅ്ലുഅത്ത് എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്ന ശുദ്ധ മജൂസിയുടെ ഖബർ എന്ന് പറയുന്നത് ഉള്ളത് ഇറാനിൽ മാത്രമാണ്. പേരെന്താണ്? ബാബ ഷുജാഉദ്ദീൻ എന്നാണ്. ഇന്നും തീർത്ഥാടന കേന്ദ്രമാണ് ഇറാനിലെ. ഉമർ റളിയല്ലാഹുവിനെ കുത്തിക്കൊന്നതിൻ്റെ സന്തോഷമാണ് ലുഅ്ലുഅത്തിൻ്റെ ഖബർ ഇവരെ പുണ്യമായിട്ട് കൊണ്ട് നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതർത്ഥം. പിന്നെ ഇന്നത്തെ ഇറാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സുപ്രഭാതത്തിൽ ഇറാൻ പാരമ്പര്യമായിട്ട് ഷിയ രാജ്യമായിരുന്നോ? അല്ല, 800 വർഷം സുന്നികൾ ഭരിച്ച സ്ഥലമാണ് ഇറാൻ. ആര്യന്മാരാണ് ഇറാനായി മാറിയത് കേട്ടോ. ആര്യൻ എന്നുള്ളത് പിന്നീട് എന്തായി മാറിയതാണ്? ഇറാനായി മാറിയതാണ്. 10ാം നൂറ്റാണ്ട് വരെയും 90% 90 സുന്നികളും 10% ഷിയാക്കളും. 800 കൊല്ലം സുന്നികൾ ഭരിച്ച സ്ഥലമാണ് ഇന്നത്തെ ഇറാൻ. AD 1501 സൊഫിയുദ്ദീൻ ഇർദബിലി എന്ന് പറയുന്ന സൂഫിയായ പച്ച ഷിയ ആണ് ഇറാനിൽ സൂഫി ത്വരീഖത്ത് തുടക്കം കുറിച്ച് ഷിയായിസം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. AD 1501. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ പേരക്കുട്ടിയാണ് ഷാ ഇസ്മായിൽ സഫവി. ഈ ഷാ ഇസ്മായിൽ സഫവിയാണ് പിന്നെ സഫവി ഖിലാഫത്ത് എന്ന പേരിൽ ഇറാനിൽ കൊണ്ടുവന്നത്. ഇയാളാണ് പ്രഖ്യാപിച്ചത് ഇറാൻ ഇന്നു മുതൽ ഷിയ രാജ്യമാണ്. ഇറാനിലെ ഏറ്റവും വലിയ പട്ടണമായ തിബരീസിൻ്റെ പള്ളികളിൽ കയറി ജുമാക്ക് കയറി. അന്ന് സുന്നികളായിരുന്ന പള്ളികൾ മുഴുവൻ ജുമാക്ക് അയാൾ
കയറി നിൽക്കുമെന്ന് പറയും. ഈ ഇറാനിൻ്റെ മതം ഷിയയാണ്, അതുകൊണ്ട് ഇനി എല്ലാവരും ഷിയ ആദർശത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. അംഗീകരിക്കാത്തവരെ ഈ ഷാ ഇസ്മായിൽ സഫവിയുടെ ഷിയയുടെ സൈന്യം കൊന്നുകളഞ്ഞു. 15 ലക്ഷം സുന്നികളെയാണ് ഈ സഫവി ഭരണകൂടം കൊന്നുകളഞ്ഞത്. നമ്മളറിയോ? അറിയില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല? നമ്മളെ അറിയിച്ചില്ല എന്നർത്ഥം. ആ കാലഘട്ടം കഴിഞ്ഞ് ഈ സഫവി ഭരണകൂടത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ 100% അമേരിക്കൻ ചായ്വായിരുന്നു, അമേരിക്കൻ്റെ പാവയായിരുന്നു. പക്ഷേ ഈ അമേരിക്കൻ്റെ പാവയായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ വലിയ ഒരു പ്രാസംഗികനായിരുന്നു നമ്മൾ പറയപ്പെടുന്ന ആയത്തുള്ള ഖുമൈനി. ഇദ്ദേഹം ഇറാനിൽ മുഴുവൻ ഈ ഷിയായിസം പ്രസംഗിക്കുന്ന നല്ല പ്രഗത്ഭനായ ഒരു പ്രാസംഗികനാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല? ഈ അമേരിക്കയോടുള്ള ഈ പ്രേമം ഇഷ്ടപ്പെട്ടില്ല. ഇദ്ദേഹം ഇതിനെതിരെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഇറാനിൽ നിന്ന് നാട് കടത്തി. നേരെ ബാഗ്ദാദിൽ പോയി, പിന്നെ പാരീസിൽ പോയി. ഇറാൻ വിപ്ലവം ഖുമൈനി നയിച്ചത് ഇറാനിൽ നിന്നുകൊണ്ടല്ല, പാരീസിൽ നിന്നുകൊണ്ടാണ്. എങ്ങനെ നയിച്ചത്? അന്ന് മൊബൈലില്ല, വാട്സാപ്പില്ല, ഒന്നുമില്ല. ടേപ്പ് റെക്കോർഡിൽ കാസറ്റ് ഇട്ട് ഖുമൈനി പ്രസംഗിച്ച പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ട് ഇറാനിലേക്ക് അയച്ചു കൊടുത്ത് വിപ്ലവം ഉണ്ടാക്കി. അങ്ങനെയാണ് 1979 ഖുമൈനി എവിടെ വന്ന് ടെഹറാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ 70 ലക്ഷം ഷിയാക്കൾ ആരെ സ്വീകരിച്ചു? ഖുമൈനിയെ സ്വീകരിക്കും. അപ്പോൾ ശാന്തമായ ഒരു വഴിയിലൂടെയാണ് ഇറാൻ വന്നത്. ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്ന് ആണ് ഇറാൻ ഭരണകൂടം വന്നത്. അല്ല ജനാധിപത്യത്തിൽ വോട്ടെടുത്തോണ്ട് വന്ന ഭരണം അല്ല അത്. നിങ്ങളറിയോ, ലോകത്ത് ഫലസ്തീനിൽ ഒരൊറ്റ ഷിയ പള്ളിയില്ല, ഷിയാക്കടെ പള്ളിയില്ല. ഈ ഇറാനിൽ, ഈ പറഞ്ഞ ടെഹ്റാനിലും ഏറ്റവും കൂടുതലുള്ള 20-ലേറെ ജൂത സുനഹദോസ് ഉണ്ട് ടെഹ്റാനിൽ. അവിടെ ആകെ സുന്നികൾക്കുണ്ടായിരുന്ന പാകിസ്ഥാൻ എംബസിയിലുള്ള ഒരു സ്കൂളായിരുന്നു ജുമാ നമസ്കാരത്തിന് ഇവർ സംഘടിപ്പിച്ചത്. അത് നിർത്തലാക്കി. പ്രഗത്ഭരായ സുന്നി പണ്ഡിതന്മാരെ കൊന്നു, കുറേ പേരെ നാട് കടത്തി, കുറേ പേരെ ഷിയയായി. മരിച്ചുപോയ ആൾക്കാരുടെ കബർ മാന്തിയെടുത്ത് ഇവർ ചുട്ടുകരിച്ചു. അങ്ങനെയാണ് ഷിയ ഭരണകൂടം ഇറാൻ, അങ്ങനെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് 1979 ഈ പറഞ്ഞ ഖുമൈനി രംഗത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, അമേരിക്കയെ എതിർത്തുകൊണ്ടാണ് ഖുമൈനി അവിടെ ഇതായത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും മുസ്ലിം സമൂഹത്തിൻ്റെ പക്ഷത്ത് ആരും നിന്നിട്ടില്ല. ഷിയാക്കൾ എന്നും വിരുദ്ധ ചേരിയിലായിരുന്നു. ഇറാനിൽ മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ സിറിയയിൽ നുസൈരിയ ഷിയ വിഭാഗത്തിലെ ബഷാർ അസദിനെ നേതൃത്വം കൊടുത്തതും അയാളെ സഹായിച്ചത് മുഴുവൻ ഷിയാക്കളാണ്. ഷിയാക്കളുടെ ഒരു ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പുണ്ട്, സായുധ ഗ്രൂപ്പ് ഹിസ്ബുള്ള. യൂസുഫുൽ കർലാവി പറഞ്ഞത് അത് ഹിസ്ബുള്ളയല്ല, ഹിസ്ബു ഷെയ്ത്വാനാണെന്നാണ്. ഹിസ്ബുള്ള ഹസൻ നസുറുള്ളയാണ് ഈ ബഷാർ അസദിനെ ഇത്രയും നാളും താങ്ങി നിർത്തിയത്. സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഇറാൻ. ആയുധം കൊടുത്ത് സപ്പോർട്ട് ചെയ്തത് ഇറാൻ, സൈന്യം കൊടുത്തത് ഇറാൻ. അവസാനം ഇറാൻ ഒരു ബലക്ഷയം വന്നപ്പോഴാണ് റഷ്യയുടെ കൂടി സഹായം പിടിച്ചിട്ട് ഇവരുടെ ഭരണകൂടത്തെ ബഷാർ അസദ് എന്ന ഷിയയുടെ നേതൃത്വം എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ സുന്നികളെ കൊന്നു. ഇപ്പം ഇദ്ദേഹം അഹമ്മദ് ഷറ ഭരണത്തിൽ കയറിയപ്പോഴാണ് തടവറകളിൽ നിന്ന് ജീവൻ പോയ അസ്ഥികൂടങ്ങൾ പോലും പുറത്തെടുത്തു. ഇതൊന്നും മുസ്ലിം ലോകം ആയ നമ്മൾ അറിഞ്ഞില്ല. ഇറാഖിൽ നൂരി മാലിക്കി എന്ന് പറയുന്ന തനിച്ച ഷിയ, ആ ഷിയ നടത്തിയ മുഴുവൻ കലാപങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്, കാസിം സുലൈമാനി. അറിയോ ആരാണ് കാസിം സുലൈമാനി? ഈ അടുത്ത ഷിയ ഇറാൻ്റെ
കൊല്ലപ്പെട്ടില്ലേ? അതന്നെ അമേരിക്കൻ കാസിം സുലൈമാനിയാണ് നൂരി മാലിക്കിക്ക് വേണ്ടി അഹ്ലു സുന്നികളെ കൊന്നടക്കാൻ വേണ്ടി എല്ലാ പദ്ധതിയും പ്ലാൻ ചെയ്തു കൊടുത്തത് ഈ കാസിം സുലൈമാനിയാണ്. ആരുടെ സപ്പോർട്ട് കൊണ്ട്? ഇറാൻ്റെ സപ്പോർട്ട് കൊണ്ട്. പിന്നെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തനിച്ച ഷിയ ഹൂത്തി ഗ്രൂപ്പ് ഇന്ന് സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പരിശുദ്ധമായ ഹറമിലേക്ക് പോലും മിസൈൽ വിടാൻ ധൈര്യം കാണിച്ച ആളുകളാണ് ഹൂത്തികൾ. ആരെ നിയന്ത്രിക്കുന്നത്? ഷിയാക്കളാണ്. ലെബനാനിൽ ഉള്ളത് എവിടെയെല്ലാം ഉണ്ടോ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കി ഭരണാധികാരികൾക്കെതിരെ കൊടി പിടിച്ചിട്ട് അവരെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ആശയം പറഞ്ഞു കൊടുത്തതും ഇറാൻ ഷിയ ഏജൻറ്റുമാരാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സംശയം വരാം. ഫലസ്തീൻ മോചനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഇറാൻ ആണെന്നാണ് നമ്മെ രാഷ്ട്രീയ ഷിയായിസം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംഘടനയുണ്ട്. അവർ ഷിയാക്കളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 98% സുന്നികൾ വസിക്കുന്ന സ്ഥലമാണ് ഫലസ്തീൻ. ഹമാസ് എന്നത് ഒരു ഷിയ സംഘടനയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു പ്രയാസം നിറവോ ഹമാസ് രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ഹമാസ് എല്ലാ അറബ് രാജ്യങ്ങളോടും തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, എല്ലാ അറബ് രാജ്യങ്ങളോടും. പക്ഷെ സൗദി അറേബ്യ, കുവൈറ്റ് രാജ്യങ്ങൾക്കൊക്കെ അവർക്ക് പല രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് പിന്തുണ കൂടെ സഹായിക്കാൻ പറ്റൂല. ഒരു രാജ്യമാണ് ഉണ്ടാവില്ല. ആ സമയത്ത് ആര് രംഗത്ത് വന്നു? ഇറാൻ. എന്താ രംഗത്ത് വരാൻ കാരണം എന്നറിയോ? ഇറാൻ അമേരിക്കൻ വിരുദ്ധ ശക്തിയാണ് ഖുമൈനിയുടെ നേതൃത്വത്തിൽ. വന്നപ്പോൾ ഇറാൻ നിരുപാധികം ആർക്ക് സപ്പോർട്ട് കൊടുത്തു? ഹമാസിന് സപ്പോർട്ട് കൊടുത്തു. ആ സപ്പോർട്ടാണ് ഞങ്ങൾ ഹമാസിനെ സഹായിക്കുന്നു എന്ന പേരിൽ വെറുതെ പറയുന്നത് എന്നർത്ഥം. 1940 എന്നാണ് ഇസ്രായേൽ രൂപം കൊടുത്തത്? 48. ഇസ്രായേൽ രൂപം കൊടുത്തതിന് ശേഷം ഇസ്രായേലിനെ ജൂതരാജ്യമായി അംഗീകരിച്ചതിൽ രണ്ടാമത്തെ രാജ്യം ആരാ? ഇറാനാ. ആദ്യം അവർ എതിർത്തിരുന്നു. രാജ്യം നിലവിൽ വന്നപ്പോൾ ആദ്യം അംഗീകരിച്ചതിൽ രാജ്യം ഏതാണ്? ഇറാനാണ്. അപ്പോൾ ഒരിക്കൽ പോലും അത് ഫലസ്തീൻ മോചനം ആരാഗ്രഹിക്കുന്നില്ല? ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാൻ്റെ ആഗ്രഹം എന്താണ്? ലോകത്തിലെ മുഴുവൻ അറബ് രാജ്യങ്ങളും ആണ് എന്നതാണ് അവരുടെ. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇത് 1983 ഹുമൈനി അഭിമുഖം കൊടുത്ത ദസ്തൂർ എന്ന് പറയുന്ന ഒരു പത്രത്തിലെ പുറംചട്ടയാണ്. 1983 അദ്ദേഹം പറയാണ്, ഹാദിഹി വസിയത്തി, എൻ്റെ സ്വപ്നം ഇതാണ്. ഇന്ദമാ തന്തഹിൽ ഹറബു മാൽ ഇറാഖി, ഇറാഖികളുമായുള്ള നമ്മുടെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അലൈന അൻ നബ്ദ ഹർബൻ ഉഖറ, നമ്മൾ മറ്റൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കും. അഹ്ലുമു, എൻ്റെ സ്വപ്നം, യുറഫിഫ അലമുന ഫൗക അമാൻ വ റിയാദ് വ ദിമഷ്ക് വൽ ഖാഹിറ വൽ കുവൈറ്റ്, കുവൈറ്റ്, ഈജിപ്റ്റ്, ഡമസ്കസ്, റിയാദ്, ഒമാൻ, ഇവിടെയെല്ലാം നമ്മുടെ പതാക പാറിപ്പറക്കണം എന്നതാണ് എൻ്റെ സ്വപ്നം. മുഴുവൻ അറബ് രാജ്യങ്ങളിലും അസ്ഥിരപ്പെടുത്തി ഫിത്ന ഉണ്ടാക്കിയിട്ട് അവിടെ കയ്യേറലാണ് ആരുടെ ആഗ്രഹം? ഷിയാക്കൾ, ഇറാൻ രാജ്യത്തിന്. അങ്ങനെയാണെന്ന് പറഞ്ഞത് മറ്റൊരു വ്യക്തിത്വമാണ് അബ്ദുള്ള സാഹിബ്. നിങ്ങൾ അബ്ദുള്ള സാഹിബിൻ്റെ പ്രസംഗം കേട്ടല്ലേ? ജമാഅത്ത് ഇസ്ലാമിയുടെ സഹയാത്രികരായ അബ്ദുള്ള സാഹിബ് പറയുന്നത്, ഇത് ഈ ആയുധങ്ങളൊക്കെ ഒരുക്കുന്നത് ഇസ്രായേലിനെ നേരിടാനല്ല, ഇറാന് ഇസ്രായേലിനോടുള്ളതിനേക്കാൾ അധികം വിരോധം അതൊരു ഷിയ രാഷ്ട്രമാണ്. ഷിയ സുന്നി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉടനീളം വലിയ സംഘടനകളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഞാൻ ഒരിക്കൽ ഇറാനിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രം
ഈ സുന്നികളെ ഇറാൻ ഷിയാക്കൾ തോൽപ്പിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അയാളുടെ പേരിലാണ് പേര് ഇപ്പൊ എന്നോട് ശരിക്കും ഒരു ഇസ്മായിൽ സഫൈ എന്നിട്ട പേര്. അയാളുടെ പ്രതിമയും അയാളുടെ എല്ലാം വലിയ ജോറായിട്ട് അവന്റെ കൂടെയുള്ള അവിടുത്തെ കോമി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. ഞാൻ ചോദിച്ചത് ഇയാളുടെ ചിത്രം നിങ്ങൾ ഇത്ര വലിയതാക്കി വെച്ചിരിക്കുന്നത്, അത് പിന്നെ ഒരു സുന്നി മുസ്ലിം അല്ലെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അവരാണെന്ന് അവർ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവരുടെ പ്രഥമ ടാർഗറ്റ് ആയിരുന്നില്ല. എന്തോ ചരിത്രപരമായ ഏതോ കരുനീക്കങ്ങളിൽ പെട്ടിപ്പോ സംഭവിച്ചു എന്നല്ലാതെ പ്രഥമ ലക്ഷ്യം അവര് സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളാണ്. അതായത് മുസ്ലിങ്ങൾ ഈ സൗദി അറേബ്യയെ, അതായത് സുന്നി, അപ്പൊ അവർ പ്രഥമ ടാർഗറ്റ് ഏതാണ്? സൗദി അറേബ്യ. അപ്പൊ എന്താണ് സൗദി അറേബ്യയുടെ എത്ര പ്രശ്നം? അവിടെ സലഫികളായതുകൊണ്ടാണോ? അല്ല, ഈ 2 ഹറമുകളും പിടിച്ചെടുത്ത് 2 സ്വനമുകൾ 2 വിഗ്രഹങ്ങളെ നീക്കാതെ നമ്മുടെ ആഗ്രഹം പൂവണിയില്ല എന്ന്. 2 ഹറമുകളും പിടിച്ചെടുത്ത് 2 വിഗ്രഹങ്ങളെ എടുത്തു മാറ്റാതെ നമ്മുടെ സ്വപ്നം പോവണം. ഏതാ 2 വിഗ്രഹം? നഊദു ബില്ലാഹ്, അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും നബിയുടെ അടുത്ത് നിന്ന് എടുത്തു നീക്കാതെ, ഇവരുടെ ഒരു 12ാമത്തെ മഹദി ഉണ്ട്. ഇവർ പറഞ്ഞ നമ്മൾ പറയുന്ന മഹദി അല്ല കേട്ടോ, ഇവരുടെ ഇസ്നാശിരിയാക്കളുടെ 11 ഇമാമുകൾ വന്നിട്ടുള്ളൂ, ഒരാൾ വരാനുണ്ട്. ഈ വരുന്ന ഇവർ പറയുന്ന മഹദി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നിതാ, ഇതിനെടുത്തിട്ട് ചുട്ടുകരിച്ചിട്ട് മദീന ശുദ്ധമാക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദൈവീകമായ ഏതെങ്കിലും ഒരു സഹായം കിട്ടാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഈ വർഗത്തിനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായ ഒരു സംശയമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഈ പറയുന്ന ഷിയാക്കൾ എല്ലാ കൊല്ലം ഹജ്ജിന് വരുന്നുണ്ടല്ലോ എന്നതാണ്, അല്ലേ? ഹജ്ജിന് ഷിയാക്കൾ പോകുന്നുണ്ട്. ആ പോകുന്ന ഹജ്ജ് ശരിയായ ഹജ്ജല്ല. അവർ പറഞ്ഞ ഹജ്ജ് കർബലയിലാണ് ഇവരുടെ ഹജ്ജ്. അപ്പം ഷിയാക്കൾക്ക് ഒരു അടിസ്ഥാന വിശ്വാസമുണ്ട്, തക്കിയ എന്ന് പറഞ്ഞാൽ താൻ ഷിയാണെന്ന് മറച്ചു പിടിക്കണമെന്നാണ്. ഏത്? അലി റളിയല്ലാഹു അൻഹു നബിയുടെ വസിയാണെന്ന് മറച്ചു പിടിച്ചതുപോലെ അലിക്കറിയാമായിരുന്നു, പക്ഷെ അലി പറഞ്ഞില്ല. അത് മനസ്സിൽ കൊണ്ടു നടന്നതുപോലെ നമ്മൾ ഷിയാണെന്ന് ആരോടും പറയരുത് എന്ന്. അപ്പോൾ അവർ ഹജ്ജിന് പോകുമ്പോഴും അവർ യഥാർത്ഥത്തിൽ ഹജ്ജല്ല ഉദ്ദേശിക്കുന്നത്, മുസ്ലിങ്ങൾ കൂടി ഞങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്നാണ്. പിന്നെ അവർക്ക് എന്തിന് അനുവാദം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ആൾക്ക് എന്തിനു പോവാം? ഹജ്ജിന് പോകാം. അതവർ പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖബർ ആരാധകരാണ് ബറേൽവികൾ, അല്ലേ? അവർ ഹജ്ജിന് പോകണ്ടല്ലോ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഹജ്ജിന് പോവാം. പിന്നെ അവരിലേക്ക് കുഫർ വരുന്നതൊക്കെ നമ്മൾ വേറെ കണ്ടെത്തണം, ഏതൊക്കെ കാരണങ്ങളാണ്. അപ്പോൾ അതൊന്നും എന്തല്ല, ഷിയായിസത്തെ മറച്ചു പിടിക്കാനുള്ള ഒരു കാരണം, ന്യായം അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ സ്വാഭാവികമായും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ലഅനത്തില്ല, അബൂബക്കർ സിദ്ദീഖിനെ ലഅനത്തില്ല, ഉമർ റളിയല്ലാഹുവിനെ ലഅനത്തില്ല, ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ ലഅനത്ത് ചെല്ലുന്ന ഒരു വിഭാഗം. ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ ഇറാൻ ഇസ്രായേൽ യുദ്ധമെന്നും പറയുന്ന യുദ്ധത്തിന് തൽക്കാലം ഇപ്പം അങ്ങനെ മനസ്സിലാക്കുക, ഖാംനായി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, നമ്മുടെ ശരിയായ യുദ്ധം ഹുസൈനിയാക്കളും യസീദിൻ്റെ ആൾക്കാരും തമ്മിലാണ് എന്ന. ആരാ ഹുസൈനിയാക്കൾ? ഷിയാക്കൾ. യസീദിൻ്റെ ആൾക്കാരാരാ? സുന്നികളായ നമ്മൾ. ഇയാളിപ്പോൾ ഈ അടുത്ത് പ്രസംഗിച്ചതാ. ഷിയാക്ക് നേതാക്കന്മാരെ മൊസാദിൻ്റെ ചാരന്മാർ സ്വൈര്യവിഹരം സഞ്ചരിക്കുന്ന ലോകത്തെ ഏക രാജ്യം ഏതാണ്? ഇറാനാണ്. ഹമാസിൻ്റെ നേതാവായ ഇസ്മായിൽ ഹനിയ കൊണ്ടുപോയിട്ട് ഗസ്റ്റ് ഹൗസിൽ വച്ചിട്ടാണ് ഹമാസ് എന്ന മൊസാദ് ചാരന്മാർ കൊന്നത്. ഒരു വിദേശ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ. എന്നിട്ട് ഇവർക്ക് വലിയ വിഷമമുണ്ടായോ എന്ന് പറഞ്ഞാൽ ഇയാളുടെ അടുത്ത് പോലും
ഈ മൊസാദ് ചാരന്മാർ സ്വൈരി വിഹരം നടക്കുകയാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ അവർക്കാണ് സ്വാതന്ത്ര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി വെച്ചാൽ ഇസ്രായേലിനും ജൂതനും നമ്മുടെ ഭാഷയിൽ ആര് പണി കൊടുത്താലും നമുക്ക് സന്തോഷമുള്ളൂ, അല്ലേ? ആരടിച്ചാലും അവർ നമ്മുടെ ജന്മശത്രു എന്ന നിലയിൽ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അതോടൊപ്പം മറുഭാഗത്ത് മഹത്വവൽക്കരിക്കുവാനും വീരപരിവേഷം കൊടുക്കാൻ നമ്മളായിട്ട് നിൽക്കരുത് എന്നായി പറയേണ്ട അർത്ഥം. ഒരു രാഷ്ട്രീയപരമായ യുദ്ധമായി കണ്ടാൽ മാത്രം മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയാൽ രാഷ്ട്രീയ സിയായിസം നമ്മെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഇതിലേക്ക് പോകും. കേരളത്തിൽ എത്തിയില്ലെന്നല്ല, നമ്മുടെ കേരളത്തിൽ ഷിയ, അത് ഇറാൻ്റെ എംബസിയിൽ നിന്ന് ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന സ്ഥാപനം നമ്മുടെ കേരളത്തിലുണ്ട്. ഇറാൻ്റെ ഫണ്ട് വാങ്ങി കണ്ണൂരിൽ പള്ളി ഉണ്ടാക്കി അതിൽ ഹുത്തുബകൾ നടത്തിക്കൊണ്ട് പുസ്തകം എഴുതുന്ന ഒരാളുണ്ട് ഇന്ന് കേരളത്തിൽ. അറിയോ? CH മുസ്തഫ മൗലവി. പക്ഷേ നമ്മളെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഒരു വ്യക്തിത്വവും നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരിക്കലും ഒരു ഷിയ ഞാൻ ഷിയാണെന്ന് പറഞ്ഞ് വരൂല. കാരണം അവരുടെ വിശ്വാസത്തിനെതിരാണ്. ഒരിക്കലും ഞാൻ ഷിയാണെന്ന് പറയരുത്, തക്കിയ കാത്തു സൂക്ഷിക്കണം എന്നതാണ്. പക്ഷേ അങ്ങനെ സൂക്ഷിക്കാത്ത ആളുകൾ ലബ്ബൈക യാ ഹുസൈൻ എന്ന് പരസ്യമായി പറഞ്ഞ, ഇപ്പോൾ ഈ അടുത്ത് ഇന്ന് എനിക്ക് കിട്ടുന്നു, നമ്മുടെ തൊട്ടടുത്തുള്ള മട്ടാഞ്ചേരിയിലുള്ള ഒരു സുഹൃത്ത്, ഒരു ഇസ്ലാമിസ്റ്റ് വ്യക്തിത്വം മുഹറത്തിൻ്റെ പേര് എഴുതി വച്ചത് മുഴുവൻ ഈ വീരപരിവേഷമാണ്. ഇതിൻ്റെ പേരിൽ മുതലെടുത്തിട്ട് സുന്നികളെ അകത്ത് കയറി ഈ ആദർശം പഠിപ്പിക്കലാണ് ഇവരുടെയൊക്കെ. അത് നമ്മളെ സ്വാധീനിക്കും എന്നതിന് വലിയ ഉദാഹരണങ്ങളാണ് ധാരാളം ആ വിഷയത്തിലുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മിലേക്ക് ഇത് കടന്നു വരും. ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞ വർത്തമാനമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഘാതകനെ വീരപരിവേഷം കൊടുക്കുന്ന, ഫലസ്തീൻ മോചിപ്പിച്ച ഉമർ റളിയല്ലാഹുവിനെ ശപിക്കുന്ന ഒരു ജനതയ്ക്ക് ഫലസ്തീൻ മോചിപ്പിക്കാൻ കഴിയില്ല. ഇതൊരു വസ്തുത കേട്ടോ. ഫലസ്തീൻ ആരാ മോചിപ്പിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ലേഖനത്ത് ചെല്ലുന്ന ഒരു ജനത ഫലസ്തീനെ മോചിപ്പിക്കാൻ കഴിയുമോ? വെറും വർത്താന. അള്ളാൻ്റെ സഹായം ഉണ്ടാവില്ല. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കിത് ഡീപ്പായിട്ട് പഠിക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഈ പറഞ്ഞ സാഹിത്യ ഷിയായിസം, രാഷ്ട്രീയ ഷിയായിസം, സാംസ്കാരിക ഷിയായിസം നമ്മളെ സ്വാധീനിച്ചില്ലെങ്കിൽ, ഇവരൊക്കെ വീരപരിവേഷം കൊടുത്ത് നമ്മൾ കൊണ്ടു നടക്കുന്നൊരവസ്ഥ വന്നാൽ അടുത്ത തലമുറ ഇതിൻ്റെ ആളുകളായി മാറും. ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഒഴിച്ച് സുന്നി സംഘടനകൾ ഇതിനെതിരെ ബോധവൽക്കരിച്ചു. അവർക്ക് സംഗതി മനസ്സിലായി. ഇത് മുഹമ്മദ് ഷജീർ ബുഖാരി, അയാൾ AP വിഭാഗത്തിലെ ഒരു പണ്ഡിതനാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ടൗൺ ഹാളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മാസത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഷിയായിസം ഒളിച്ചു കടത്തുന്നുണ്ട്, കരിഞ്ചന്ത ശ്രദ്ധിക്കുക. ഫലസ്തീൻ കടന്നാക്രമണവും നിഷ്ഠൂരമായ വംശഹത്യക്കും ചെറുതായെങ്കിലും വേദനിക്കുമ്പോൾ മനസാക്ഷിയുള്ളവർ സന്തോഷിക്കുന്നത് സ്വാഭാവികം. അത് അവസരമാക്കി ആശയപരമായ അധിനിവേശം ഉദ്ദേശിക്കുന്ന വെട്ടുകിളികളെ കരുതിയിരിക്കുക. ഇതാരാണ് പറഞ്ഞത്? ഇവിടുത്തെ സുന്നി സംഘടനയിലെ ആളുകൾ. കഴിഞ്ഞ കൊല്ലം മഅദനിൽ വച്ചിട്ട് റമദാനിൽ 30 ദിവസം ക്ലാസ് കൊടുത്തു സുലൈമാൻ ഫൈസി കീശേരി, വിഷയം ഷിയായിസം. അദ്ദേഹം പറഞ്ഞത് നമ്മിലേക്ക് ഇത് പതുക്കെ പതുക്കെ കടന്നു വരും എന്നാണ്. എങ്ങനെ കടന്നു വരും? ഒരു ട്രെയിൻ എങ്ങനെയാണോ വളയുന്നത് അതുപോലെ ഇത് വളയുള്ളൂ, ഒറ്റയടിക്ക് വളയില്ല. നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിക്കും, നമ്മൾ മഹത്വവൽക്കരിക്കും, തരക്കേടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവർ മുസ്ലിം വിരുദ്ധ ചേരിയിലാണ് നിലകൊണ്ടിട്ടുള്ളൂ എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹാബത്തിനെയൊക്കെ ലേഖനത്തിൽ ചെയ്യുന്ന വിഭാഗത്തിന് അള്ളാൻ്റെ സഹായം ഏതായാലും കിട്ടാൻ വകുപ്പില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അഹ്ലുസുന്നയിൽ നമ്മൾ ഉറച്ചു നിൽക്കാം, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാം.
അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ഷർറിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തതയിൽ ചോദിക്കാം. ഇത് ആമുഖം മാത്രമാണ്. തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ ഈ വലിയ അപകടത്തിൽ നിന്ന് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഒന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് ഞാൻ. പിന്നെ സഹാബത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടതില്ല. കാരണം റളിയല്ലാഹു അൻഹു വറളു, അള്ളാഹ് ജീവിച്ചിരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ജനതയാണ്. നമ്മളായിട്ട് പാപഭാരം നമ്മൾ വാങ്ങരുത്. സുഫിയാനി സൗരി റഹിമഹുല്ലയോട് ചോദിച്ചു, ജമീൽ സിഫീൻ യുദ്ധത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ആ രക്തത്തിൽ നിന്ന് അള്ളാഹു നമ്മുടെ കൈകളെ കാത്തു, ഇനി നമ്മുടെ നാവുകളെയും നമ്മളായിട്ട് കാക്കണമെന്നാണ്. അതെനിക്ക് പറയാനുള്ളൂ. നമ്മളായിട്ട് പറഞ്ഞിട്ട് പാപങ്ങൾ വാങ്ങി വയ്ക്കരുത്. സഹാബത്ത് അള്ളാഹു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരാണ്. ഇത് പറയുമ്പോൾ നമുക്ക് അഹ്ലുബൈത്തിനോട് സ്നേഹമില്ലാത്തതിൻ്റെ പേരിലൊന്നും അല്ല, സ്നേഹമുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് പോലെയുള്ള സ്നേഹം അല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ് എന്നായി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇനിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് വായിക്കുക, ഒന്ന് ആലോചിച്ചിട്ട് കേൾക്കുക, ഷെയർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. നമ്മളായിട്ട് ഒരു അപകടത്തിലേക്ക് ചെന്ന് പെടരുത്. ഇത് മുൻകൂട്ടി നമ്മുടെ കേരളത്തിലൊക്കെ മുൻകൂട്ടി കണ്ട ആളുകൾ മുൻകൂട്ടി അവരൊക്കെ സൂചിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഷിയാക്കളുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ നിലവിൽ വന്നത് കൊച്ചിയിലാണ്, സക്ലൈൻ ഫൗണ്ടേഷൻ. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് ഫസ്റ്റ് ഷിയ എന്താണ് അസോസിയേഷനോ എന്തൊരു അടിച്ചു കൊടുത്താൽ സക്ലൈൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ കൊച്ചിയിൽ വന്നു. അപ്പോൾ 2-3 ഫോട്ടോ കാണാം. ആ ഫോട്ടോ കാണുമ്പോൾ ആരും വിഷമിക്കേണ്ട. ഒരു പക്ഷെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ചില രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും MLA മാരും ആ ഫോട്ടോയിൽ അവരോടൊപ്പം ഉണ്ട്, ഇസ്ലാമിസ്റ്റുകളും അവരോടൊപ്പം ഫോട്ടോയിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ 40 വട്ടേക്കും സൗദി അറേബ്യനെ മുഴുവൻ ചീത്ത പറയലാണ് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ മുഖ്യ പണി. നമുക്കും തോന്നില്ലേ, എന്താ സൗദി അറേബ്യക്ക് പോയിട്ട് ഒരു ബോംബ് ഇട്ടാ? ഇവർ സുഖിയന്മാരാണ്. ഇതൊക്കെ ആരുടെ പദ? സുഖിയന്മാരാണ്, സുഖലോലുപരാണെന്ന് ഇവർ പറഞ്ഞ പദ. അത് നമ്മളും പറയാണ്. ഞാൻ ചോദിക്കട്ടെ, വെറുതെ തമാശയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാൾ അവരുടെ പള്ളിക്ക് വേണ്ടി ഇറാനിലേക്ക് പിരിക്കാൻ പോയി കേട്ടിട്ടുണ്ടോ? ഇറാനിലേക്ക് പിരിക്കാൻ പോയി കേട്ടിട്ടുണ്ടോ? എന്താ പോകാത്ത? അങ്ങനെ ഇറാനിൽ മക്കത്ത് പോയേക്കാളും കൂടുതൽ ഞാൻ ഇറാനിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി ഇവരെ മുഴുവൻ സാമ്പത്തികമായും ഈ പറഞ്ഞ ഫലസ്തീനികളെ മുഴുവൻ സാമ്പത്തികമായി മുഴുവൻ സഹായിക്കുന്നതും അറബ് രാജ്യങ്ങളാണ്. പിന്നെ സൈനിക നടപടി എന്നുള്ളത് നമുക്ക് തോന്നുമ്പോൾ ഇരുന്നിട്ട് അത് നല്ലതാണ്. ഒരു രാജ്യമാണ്, ചില നിലപാടുകളുണ്ട്, സുരക്ഷയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കില്ലാത്ത ഒരു വലിയ ബാധ്യതയുണ്ട്. എന്താണെന്നറിയോ? ആ 2 ഹറമുകളെയും സംരക്ഷിക്കാം. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതാ ഭരണകൂടത്തിനാണ്. 2 ഹറമുകൾക്കും പരിക്കേറ്റാകാതെ കാത്തു സൂക്ഷിച്ച് നമുക്ക് വേണ്ടി അത്ര ഭംഗിയായി നിലനിർത്തുന്നതും സൗദി അറേബ്യൻ ഭരണകൂടമാണ്. അത് അലങ്കോലപ്പെട്ടാലാണ് ഹറമിൽ വെച്ച് ഷിയ വെടിവെപ്പ് നടന്ന, അറിയില്ലേ? ഹറമിൽ വെച്ച് ഷിയാക്കൾ ഹറം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും അവിടെ വെച്ച് വെടിവെപ്പ് നടന്നതാണ് ഹറമിൻ്റെ ഉള്ളിൽ. എവിടെയെല്ലാം ചാൻസ് കിട്ടുന്നുവോ അവിടെയെല്ലാം ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫലസ്തീനിന് വേണ്ടി എൻ്റെ അവസാനത്തെ ശ്വാസം, ഫൈസൽ അജാവൊക്കെ അവസാനം അവിടെ വച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നതും പിന്നീട് മരണപ്പെടുന്നതൊക്കെയും.
സൊലാഹുദ്ദീൻ അയ്യൂബിനെ 3 പ്രാവശ്യം കുരിശ് പടയ്ക്ക് ഒറ്റിക്കൊടുത്തു ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗത്തിന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചേർത്ത് പറയുന്ന ഒരു വിഭാഗം. അവർ 3 പ്രാവശ്യം സൊലാഹുദ്ദീൻ അയ്യൂബിനെ ഒറ്റിക്കൊടുത്തു കുരിശ് പടയ്ക്ക്. 3 പ്രാവശ്യം അദ്ദേഹം രക്ഷപ്പെട്ടതാ, ഈ ഷിയാക്കൾ ചെയ്തതാ. അപ്പോൾ ലോകത്ത് എവിടെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്? അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ കൊന്ന് അറപ്പ് തീർന്ന വർഗ്ഗമാണ്. ഇവരോ നബിയുടെ തങ്കപ്പെട്ട നമ്മുടെയൊക്കെ കാലത്ത് സഹാബികളെ കൊന്ന് തഴമ്പിച്ച കൈകളാണ് ഇവരുടെ കയ്യിലുള്ളത്. ജൂത പ്രൊഡക്റ്റാണ് 100%. അബ്ദുല്ലാഹി ഇബ്നു സബഇൻ്റെ ഇത് അവരെത്ര കുളിച്ചാലും ശരി നമ്മളവരെ വിശ്വസിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ. ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത്, കേരളത്തിലെ മുജാഹിദുകളായ ആളുകൾക്ക് ഇതിൻ്റെ അപകടം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വന്നാൽ കേരളത്തിലിത് വളരൂലെന്നാ. ഇത് ഉമർ മൗലവി റഹിമഹുള്ളയുടെ നാടല്ല, പോരാട്ടം നടത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് ഒരു വലിയ ജിഹാദ് എന്ന നിലയിൽ നിങ്ങൾ നാളെ മുതൽ ഇറങ്ങി പുറപ്പെടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു അപകടത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളായിട്ട് നോർമലൈസ് ചെയ്യരുത്. വലിയ അപകടം വേണം. ഇത് ഞാൻ പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഒരു അല്പസ്വല്പം നല്ല ധാരണ ഉള്ളത് കൊണ്ടാണ്. ബാക്കി ആദർശപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം ഒന്നും നിങ്ങൾക്ക് ദഹിക്കുന്നില്ല. വേറെ ഖുർആൻ അവരുടെ കയ്യിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിവെച്ച ഖുർആനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്താ ദേഷ്യം എന്ന് പറഞ്ഞാൽ ആരോടും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് ഒരു കടലാസ് കൊണ്ട് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞല്ലോ, ഒരു കാര്യം എഴുതാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിക്ക് പ്രയാസമാണ്, നിങ്ങൾ നബിയെ ഇനി അത് കൊടുത്ത പ്രയാസം നബി പറയാനുള്ളതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് നബിയുടെ പ്രയാസത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി. അപ്പം ഇവർ പറയാണ്, ഷിയാക്കൾ പറയാണ്, അന്ന് നബി എഴുതാന്ന് പറഞ്ഞത് എനിക്ക് ശേഷം അലിയാണ് വസിയ്യ്, അതായിരുന്നു നബി എഴുതാൻ പോയത്, ഉമർ റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം തടഞ്ഞതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഒരു സഹാബിനെ കുറിച്ച് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ ജൂദായിസണ്ടയിൽ മജൂസികളുണ്ട്, ക്രൈസ്തവരുടെ ആചാരങ്ങളുണ്ട്, ഇതൊക്കെ കൂട്ടിയ സങ്കര ഇനമാണ് ഇവർ. നമ്മൾ തിരിച്ചറിയാം. ഈ ഇറാനിലെ ഈ അബൂലുലത്ത് സ്വന്തം ആയുധം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താണ്. പക്ഷെ ഇദ്ദേഹത്തെ പിന്നീട് എന്ത് ചെയ്തു എന്ന ഒരു സംശയം ഉണ്ടായി. പക്ഷെ ഏതായിരുന്നാലും ശരി, ഇവിടെ ഇറാനിൽ ഇയാളുടെ ഖബറിന് തുല്യമായൊരു ഖബറുണ്ട്. അത് യഥാർത്ഥ ഖബറാണോ അതല്ല അദ്ദേഹത്തിൻ്റെ ഖബറായി സങ്കല്പിച്ചിട്ട് ഇവർ ആഘോഷിക്കുന്നതാണോ, എന്തായാലും അങ്ങനെ ഒരു സാധനമുണ്ട്. എന്താണ് അതിൻ്റെ രണ്ടിലും പിന്നിലുള്ള വസ്തുത? ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള വൈരാഗ്യം. ഏത് വൈരാഗ്യം? പേർഷ്യ പിടിച്ചടക്കി എന്ന വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇന്നും കൊണ്ട് നടക്കുകയാണ് അവിടുത്തെ ആളുകൾ. അല്ലല്ല, ഖുർആനിൽ അതറിയാം, അത് അവരാദർശ, അത് നമുക്ക് പെട്ടെന്ന് ദഹിക്കൂല. ഞാൻ അതിന് ഒരു ഉത്തരം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇവർ പറയുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാണ് വേദഗ്രന്ഥം, ലാ റൈബ ഫീഹി എന്നാണ്. അതാണെന്ന് പറഞ്ഞാൽ ഖുർആനാണെങ്കിൽ ഇതാണെന്ന് പറഞ്ഞാൽ പോരെന്നാ. ഖുർആനാണെങ്കിൽ ഇതാണെന്ന് ഇനി നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും കേട്ടോ. അതാണ് എനിക്കൊരു പേടി. ഇനി നിങ്ങൾ അതിങ്ങനെ ശരിയാണല്ലോ, ആ സംശയം ഉണ്ടാവരുത്. ഇവർ പറഞ്ഞത് ദാലിക്കൽ കിതാബ് എന്ന് പറയുമ്പോൾ അതാണെന്നല്ലേ അർത്ഥം. അതേതാ? ഖുർആനാണെങ്കിൽ ഹാദൽ കിതാബ് എന്നല്ലേ പറയേണ്ടത്, ഈ ഗ്രന്ഥം എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ആ ഗ്രന്ഥം എന്ന് പറഞ്ഞത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ള വേറെ ഖുർആനാണ്. ആ ഖുർആനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് ഇവരുടെ വിശ്വാസം. ഇവർ പുറത്തു പറയില്ല, അതാണ് അവരുടെ അവരുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇല്ല, പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല. ഇവർ പറഞ്ഞ വെച്ചാൽ അത് അവസാനത്തെ ഇവരുടെ മഹദി ഇമാമ് വരുമ്പോൾ കൊണ്ടുവരുന്ന. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ മഹദി ലോകാവസാനത്തിലല്ലേ വരുന്നത്, അപ്പോൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാനത്? ഇതിപ്പോൾ ലാസ്റ്റാണെങ്കിൽ അപ്പോൾ അത് ഈസാ നബി വന്നതിന് ശേഷം ആ സമയത്താണല്ലോ മഹദി ഇമാമ് വരിക.
അങ്ങനെയാണെങ്കിൽ അപ്പം ഇത് കൊണ്ടുവന്നിട്ടുന്ന കാര്യം ഇപ്പം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക, അത് എടുക്കൂല എന്ന് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഉണ്ടെന്ന് അവർ പറയുന്നു. വല്ലാഹു ആലം. കാരണം ഇത് മൊത്തം കളവിൻ്റെ ഹെഡ് ഓഫീസാണ്. മൊത്തം എങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ ഫലസ്തീൻ മോചിപ്പിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരിശ് യുദ്ധത്തിന് സമയത്താണ് സലാഹുദ്ദീൻ അയ്യൂബി ആ കുരിശ് പടയെ പരാജയപ്പെടുത്തിയിട്ട് ഈ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുന്നത്. പിന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. ഇപ്പം നമുക്കറിയാം അതിൻ്റെ ഭരണം കൊണ്ട് നടക്കുന്നതൊക്കെ ആളുകൾ അതാണ്. ഈ സലാഹുദ്ദീൻ അയ്യൂബിനെ 3 പ്രാവശ്യം ചതിച്ചു കൊല്ലാൻ വേണ്ടി ഫാത്തിമിയാക്കൾ, എന്തിനാണ് ഫാത്തിമിക്ക് ഭരണകൂടത്തെ തകർത്തിട്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി ഭരണകർത്താവായത്. ഈ ഫാത്തിമികൾ തനിച്ച ഷിയാക്കളാണ്. അപ്പോൾ അവർക്കിത് സംരക്ഷിക്കാൻ കഴിയില്ല. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലാതെ ബൈത്തുൽ മുഖദ്ദസിന് അവർക്കിത് താല്പര്യം ഷിയാക്കൾക്ക്. അവർക്ക് ഈ പറഞ്ഞ കൂഫയും ബസ്രയും കർബലയൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ഇത്. അപ്പോൾ അതാണ് അതിലുള്ള വസ്തു. അല്ലല്ല, ഇറാഖിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇതൊരു ആമുഖം മാത്രമായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കുവാനും കേട്ട കാര്യം സത്യസന്ധമായി ഉൾക്കൊള്ളുവാനും ഉള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.